Meet the editors. തീവ്ര സംഗമമോ എന്നാണ് ചോദ്യം. സ്മൃതി, ഇന്ന് പന്തളത്ത് വലിയ ആൾക്കൂട്ടമെത്തി. അയ്യപ്പ ഭക്തരാണെന്നവർ പറയുന്നു. അതിൽ പിണറായി വിരുദ്ധ മുദ്രാവാക്യങ്ങളോ അല്ലെങ്കിൽ പിണറായി വിരുദ്ധ ശബ്ദങ്ങളോ ഒക്കെ നമ്മളതിൽ കേട്ടു. ഇതിൽ അണ്ണാമലയുടെ അതിതീവ്രമായ വിമർശനമാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്നുള്ളത്. അദ്ദേഹമാണ് ഉദ്ഘാടനം നടത്തിയത്. തീവ്ര സംഗമമായോ? ഉറപ്പായിട്ടും തീവ്ര സംഗമമായി. അതിൽ അണ്ണാമല മാത്രമല്ല, വേറെയുണ്ട്. ഞാൻ ചിലത് വായിക്കാം. ശാന്താനന്ദ മഹർഷി ശ്രീരാമദാസ മിഷൻ അധ്യക്ഷനാണ്. അദ്ദേഹം പറയുന്നത് വാവർ തീവ്രവാദിയാണ്, മുസ്ലിം ആക്രമണകാരിയാണ്, അയ്യപ്പനെ ആക്രമിച്ച് തോൽപ്പിക്കാനെത്തിയ ആളാണ്. ബാബർ ചരിത്രം തെറ്റായി. ബാബുരൻ അഥവാ ശിവന്റെ ഭൂതം എന്നതാണ് ശരി. ഭക്തർക്ക് ബാബുരസ്വാമിയുടെ നടയിൽ തേങ്ങയിടിച്ച് അയ്യപ്പനെ ദർശിക്കാനുള്ള അവസരമാണ് ഉണ്ടാകേണ്ടത്. അതിനുവേണ്ടിയാണ് എരുമേലിയിൽ ബാബുരസ്വാമി ക്ഷേത്രം ഉയരുന്നത്. അതൊന്ന്. ഇനി അണ്ണാമലയിൽ പിണറായി വിജയനെ പറ്റി പറയുന്നത് പിണറായി വിജയന് ബ്രാഹ്മണരോടുള്ള വിദ്വേഷത്തിലുള്ള ആളാണ് എന്നാണ്. അതിൽ നിന്ന് പുറത്തേക്ക് വരേണ്ടതുണ്ടെന്ന് പറയുന്നു. സ്റ്റാലിനും പിണറായി വിജയനും ഒക്കെ ഒരേ തരത്തിൽ ഭക്തരല്ലാത്തതുകൊണ്ട് അവർക്ക് ഈ ഭഗവത്ഗീതയിലെ വാചകങ്ങളൊന്നും എടുത്തു പറയാൻ അവർക്കൊരു അവകാശമില്ല. അവർ ഭക്തരല്ലല്ലോ. അപ്പോൾ നിരീശ്വരവാദികൾ എങ്ങനെയാണ് ഗീതയിലെ വാചകങ്ങൾ എടുത്തു പറയുക എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അടുത്തയാൾ തേജസ്വി സൂര്യയാണ്. കേരളത്തിലെ ധർമ്മ സാമ്രാജ്യത്തിന് തുടക്കമാവുകയാണ്. ഹിന്ദുവിരുദ്ധ സർക്കാരാണ് ആഗോള അയ്യപ്പ സംഗമം നടത്താൻ ഇവർക്ക് അവകാശമില്ല. മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പെന്ന് പറഞ്ഞവർ മതപരിപാടി സംഘടിപ്പിക്കുന്നു. ഒഴിഞ്ഞ കസേരകളാണ്. അത് പോട്ടെ, അത് രാഷ്ട്രീയമാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള പ്രതികരണങ്ങൾ നടത്തുന്നു. ഈ അയ്യപ്പദാസ്വാമി ശബരിമല അയ്യപ്പ സേവക സമാജം സ്ഥാപക ട്രസ്റ്റിയുടെ പ്രസംഗം കൂടിയുണ്ട് കേട്ടോ. സ്വന്തം ജീവൻ വലിച്ചെറിഞ്ഞ് നമ്മളിൽ ഒരു കൂട്ടം ആളുകൾ നടത്തിയ ധീരപ്രവൃത്തിയാണ് ഇന്ന് രാമക്ഷേത്രം. അതുപോലെ ഒരു തീരുമാനം നമ്മളും കൈക്കൊള്ളണം. ഇനിയുള്ള മാസങ്ങൾ അതിനുള്ളതാണ്. കയ്യിലുള്ള ആയുധം കൃത്യമായി ഉപയോഗിക്കണം. ശബരിമലയെ തകർക്കാൻ സർക്കാർ തലത്തിൽ ഗൂഢശ്രമം നടക്കുകയാണ്. ശബരിമല ഉള്ളതുകൊണ്ടാണ് ഹിന്ദുക്കൾ അവശേഷിക്കുന്നത്. അല്ലെങ്കിൽ ഈശ്വരൻ ഒന്നെന്ന് പറയുന്നവർ പരിവർത്തനപ്പെടുത്തിയനെ. ജാതികളായി കിടക്കുന്ന ഹിന്ദു സമൂഹം ഒന്നിച്ചത് ശബരിമലയുടെ പേരിലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രസംഗങ്ങളൊക്കെ ഇങ്ങനെ നിരന്തരം തുടർച്ചയായി പലരായി നടത്തി വന്നിരിക്കുകയാണ്. ഇനി ഈ പറയുന്ന വത്സൻ തില്ലങ്കേരി ഈ തീവ്രപ്രസംഗങ്ങൾക്ക് പേരുകേട്ട ആളാണ്. അദ്ദേഹം കേരളത്തിൽ പലയിടത്തും പ്രസംഗിച്ചിട്ടുണ്ട്. 2018 അദ്ദേഹം നിലയ്ക്കൽ വന്ന് നടത്തിയ പ്രസംഗം നമുക്കറിയാം. നിലയ്ക്കൽ പ്രസംഗം നടത്തുന്നു. അതിനുശേഷം ഒരു 52കാരി ക്ഷേത്രത്തിലേക്ക് കയറിയപ്പോൾ 52കാരി കണ്ടാൽ 52കാരിയാണെന്ന് തോന്നുന്നില്ല. അപ്പോൾ അതിനെതിരെ അദ്ദേഹം എന്ത് ചെയ്തു? ഇരുമുടി കിട്ടൊന്നുമില്ലാതെ 18-ാം പടി കയറി. എന്നിട്ട് ആചാരം തെറ്റിച്ചു എന്ന് പിന്നീട് പറയുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. അവിടെ വലിയ സംഘർഷമുണ്ടാകുന്ന സമയത്ത് അദ്ദേഹത്തിന് പ്രസംഗിക്കാൻ മൈക്ക് കൊടുത്തത് MR അജിത് കുമാറാണ്. അന്ന് അത് വിവാദമായ കാര്യമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ അവിടെ നടത്തുന്നത്. അപ്പോൾ അവരൊക്കെ വീണ്ടും 2018 ഒരു തുടർച്ച നടത്തുകയാണ്. 2025 ഇവരിവിടെ വന്ന് തീവ്രപ്രസംഗം നടത്തുന്നു. ഇനി ഈ പറയുന്ന ശശികല കുറേ ദിവസമായി തുടങ്ങിയിട്ട് ഇന്നും അവിടെ അതിൻ്റെ തുടർച്ചയായിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെയാണ് കുമ്മനം രാജശേഖരൻ. കുമ്മനമാണ് ആദ്യമായി തന്നെ ഈ അയ്യപ്പ സംഗമത്തിനെതിരെ ആദ്യ നിലപാടെടുത്തത്. ഇന്നലെ BJP സംസ്ഥാന അധ്യക്ഷൻ എന്താണ് പറഞ്ഞത്? എന്നെ കൂടെ ക്ഷണിച്ചിരുന്നെങ്കിൽ ഞാൻ വരുമായിരുന്നല്ലോ എന്നാണല്ലോ. അപ്പോൾ അങ്ങനെ നടത്തിയിരിക്കുന്ന ഒരു സംഘം അദ്ദേഹം കൂടി വരുമായിരുന്നെങ്കിൽ അദ്ദേഹം ഈ നിരീശ്വരവാദിയാകുമായിരുന്നു, കപടഭക്തനാകുമായിരുന്നു. അപ്പോൾ അവിടെ NSS വന്നിരിക്കുന്നു. ഈ നാമജപ ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട് അതിലെടുത്ത കേസുകളുമായി ബന്ധപ്പെട്ടൊക്കെ ഇവരെടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ NSS പങ്കെടുത്തല്ലോ, NSS പ്രതിനിധി അയച്ചല്ലോ. അപ്പോൾ NSSന്റെ പ്രതിനിധിയും ഈ പറയുന്ന ഈ കപടഭക്തരിൽപ്പെടുന്നവരാണ്. SNDP യോഗവും കപടഭക്തരിൽപ്പെടുന്ന വെള്ളാപ്പള്ളിയും കപടഭക്തനാണ് എന്ന് BJP പറയുമോ? അതും അറിയേണ്ടതാണ്. അപ്പോൾ കപടഭക്തരുടെ പരിപാടി ഇനി ആളുകളുടെ എണ്ണം നോക്കുമ്പോൾ സർക്കാർ ക്ഷണിച്ച ഒരു ലിസ്റ്റ് സർക്കാർ 500 പേരെ ക്ഷണിക്കുന്നു. അതുകൂടാതെ രജിസ്റ്റർ ചെയ്ത 3000 എന്ന് പറയുന്നു. രജിസ്റ്റർ ചെയ്തവർ അത്രയും വന്നിട്ടില്ല എന്ന് നമ്മൾ ഒഴിഞ്ഞ കസേരകൾ കാണിച്ച് പറഞ്ഞതാണ്. പക്ഷേ ഈ പരിപാടി അങ്ങനെയല്ല. ഇത് സംഘപരിവാർ സംഘടനകളിലെ മുഴുവൻ ആളുകൾക്കും വരാവുന്നതാണ്. ഇവിടെ എങ്ങനെ ടോക്കൺ വെച്ചിട്ടല്ല, ആളുകളെ രജിസ്റ്റർ ചെയ്ത് വരുന്ന പരിപാടിയല്ല. ആളുകൾക്കെല്ലാം വരാം. അപ്പോൾ നോക്കുമ്പോൾ ഇവിടെ നിറയെ കസേരയും നിറയും, കസേരയ്ക്ക് അപ്പുറവും നിറയും, റോഡ് നിറയും, ഗതാഗതം തടസ്സപ്പെടും. ആ രൂപത്തിലൊക്കെ വലിയ പരിപാടിയായിട്ടുണ്ട്. അപ്പോൾ ഈ തരത്തിൽ ആളുകളുടെ എണ്ണം വെച്ചൊരു താരതമ്യമില്ല. പക്ഷേ ഇവിടെ തീവ്ര നിലപാടുള്ളവർ ഇവിടെ തീവ്ര പ്രസംഗം നടത്താൻ വേണ്ടി ഈ പറയുന്ന പന്തളത്ത് ഇവർ സംഗമിക്കാൻ ഇടയാക്കിയത് എന്താണ്? ആഗോള അയ്യപ്പ സംഘമാണല്ലോ. സർക്കാരിന് വികസന പരിപാടി നടത്താം, സർക്കാരിന് ശബരിമല വികസനം നടത്താം. അതിന് ഈ തരത്തിൽ ആഗോള അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞ് ഈ പറയുന്ന പാനൽ ചർച്ച പോലും നടത്താമായിരുന്നു, അത്ര പോലും നടത്താമായിരുന്നു. അവിടെ ഈ പറയുന്ന സമുദായ പ്രതിനിധികളെയൊക്കെ ക്ഷണിച്ച് ഭക്തരുടെ പരിപാടിയാണെന്ന് പറഞ്ഞ് സർക്കാർ ഒരു പരിപാടി നടത്തുമ്പോൾ ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും. അതിൻ്റെ തുടക്കമാണിപ്പോൾ കണ്ടിരിക്കുന്നത്. ഇനി അങ്ങോട്ട് എന്തൊക്കെയോ ഈ ശബരിമലയെ സംരക്ഷിക്കാൻ വേണ്ടി വലിയ സമരത്തിലേക്ക് പോകുകയാണെന്നാണ് പറയുന്നത്. ശബരിമലയ്ക്ക് ഇപ്പോൾ എന്താണ് കുഴപ്പം? അറിയില്ല എന്താണ് കുഴപ്പം. അപ്പോൾ ഇവിടെ യഥാർത്ഥ ഭക്തർ ഒരു തവണ മനസ്സിലാക്കിയതാണ്.
യഥാർത്ഥ ഭക്തർ എന്ന് പറയുന്നത് ഇവരുടെ കൂടെ നിൽക്കുന്നവരല്ല എന്ന് ഒരു തവണ തെളിയിച്ചാണ്. പക്ഷേ 2018 ഇവിടെ ഒരു മണ്ണ് ഒരുക്കിയിട്ടുണ്ട്. ആ മണ്ണ് ഒരുക്കിയത് പിന്നീട് കണ്ട തെരഞ്ഞെടുപ്പുകളിൽ എത്രത്തോളം ശതമാനം BJPക്ക് വോട്ട് പോകുന്നു എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിന് തുടർച്ചയുണ്ടാക്കാൻ സർക്കാർ എന്തിനാണ് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചെന്നുള്ളത്? സർക്കാർ ഒരു സെമിനാർ സർക്കാരാണ്. സർക്കാർ ഇങ്ങനെ തുടർച്ചയായ സെമിനാറുകളാണെന്നേ. ഇതിപ്പോൾ ആഗോള അയ്യപ്പ സംഗമം നടത്തി. ഇനിയിപ്പോൾ ഈ വികസന പരിപാടി ഓരോ വകുപ്പിനും ഓരോ കോടി വീതം കൊടുത്തിട്ടുണ്ട്. ഓരോ വകുപ്പും അവരുടെ പരിപാടികൾ അറിയിക്കാൻ വേണ്ടി, അതായത് ഈ 10 വർഷം എന്തൊക്കെ നടത്തി, ഇനി അങ്ങോട്ട് എന്ത് നടത്തുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് സെമിനാറുകൾ അതിന് കൊടുത്തിരിക്കുന്നു. അത് ഇനിയുണ്ട് സെമിനാർ. ഇനി വികസന സദസ്സ് വരുന്നുണ്ട്, തദ്ദേശ സ്ഥാപനങ്ങൾ നടത്തണം. അതിന് കൊടുത്തിരിക്കുന്നത് 30 കോടിയാണ്. ഖജനാവിൽ കാശില്ല എന്ന് പറയും, അതിന് 30 കോടി കൊടുത്തിട്ടുണ്ട്. വികസന സദസ്സ് അത് തദ്ദേശ സ്ഥാപനങ്ങളും ഈ 10 വർഷമാണ്. അതുവരെ കേരളം ഇല്ലല്ലോ. ഈ 10 വർഷത്തെ പരിപാടികൾ, 10 വർഷം കൊണ്ട് കേരളം എത്രത്തോളം നേട്ടം കൈവരിച്ചിരിക്കുന്നു. ഇനി അങ്ങോട്ട് 2031 വരെയുള്ളതാണ്. വലിയ ദീർഘദൃഷ്ടിയാണ്. 2031 പരിപാടികൾ പറയാൻ വേണ്ടി അടുത്ത കോൺക്ലേവ് വരുന്നുണ്ട്. അപ്പോൾ സെമിനാർ കോൺക്ലേവ് സർക്കാരാണിത്. അതിലൂടെ വിജയിക്കാനാകുന്നില്ല. എളുപ്പ വഴി കൂടെ ഈ സെമിനാറിൽ നടത്തി കുറേ പരിപാടികൾ ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് നടത്തി പാനൽ ചർച്ച നടത്തി കാര്യങ്ങൾ നടത്താമെന്നാണ് വിചാരിക്കുന്നത്. അവിടെ അങ്ങനെ നടത്തുമ്പോൾ ഇപ്പുറത്ത് ഈ തീവ്ര സംഗമത്തിന് വഴിയൊരുക്കി എന്നുള്ളതാണ് സർക്കാർ. അക്കാര്യത്തിൽ സർക്കാരിന് വലിയ ഗുരുതരമായ ഉത്തരവാദിത്തമുണ്ട്. സർക്കാരിന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ തീവ്ര സംഗമത്തിൻ്റെ ഉത്തരവാദി യഥാർത്ഥത്തിൽ ഇടത് സർക്കാരാണ് എന്നുള്ളതാണ്. ഇന്നിപ്പോൾ പിണറായി വിജയൻ കസേരയുമായി ബന്ധപ്പെട്ടപ്പോൾ പ്രതികരണം നടത്തിയല്ലോ. ഒഴിഞ്ഞ കസേരയിൽ അപ്പോൾ നിറഞ്ഞ കസേരയിൽ വേണ്ട രീതിയിൽ പ്രതികരിക്കാതെ നിൽക്കുന്ന പ്രതിപക്ഷവും ചുളിവിലൊന്നുമല്ല, നിറയെ കസേരയുള്ള ഒരു പരിപാടിയിൽ, നോർക്കയുടെ പരിപാടിയിൽ നിന്ന് ഇവിടെ ആളില്ലാത്ത കസേരയൊന്നും കണ്ടെത്തിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. ആളില്ലാത്ത കസേര ഉണ്ടെങ്കിലേ ആളില്ലാത്ത കസേര എന്ന് പറയുള്ളൂ. ആളില്ലാത്ത കസേര കണ്ടതാണ് ഇപ്പോൾ കേരളം കണ്ടത്. അപ്പോൾ അത് പറയുമ്പോൾ ഇന്നിപ്പോൾ ഇതൊരു പരിപാടി വലിയ വിജയമാണെന്നെങ്കിൽ ഇന്ന് ദേശാഭിമാനിയിൽ എഡിറ്റോറിയൽ വരേണ്ടതാണ്. ഇത് വലിയ വിജയം എന്നല്ല. അങ്ങനെ ഒരു എഡിറ്റോറിയൽ കണ്ടില്ല. ഇതൊരു വലിയ വിജയമാണെങ്കിൽ ആ രൂപത്തിൽ ആഘോഷിക്കേണ്ടത്. അങ്ങനെ ഒരു ആഘോഷം കണ്ടില്ല. ഇന്ന് ആഘോഷത്തിൻ്റെതായ പ്രതികരണങ്ങൾ കണ്ടില്ല. നമ്മളൊരു വലിയ നേട്ടം കൈവരിച്ചു എന്ന രൂപത്തിലുള്ള വലിയ പ്രതികരണങ്ങളൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണോ ആ ഒഴിഞ്ഞ കസേര, ആ ഒരു ബോധ്യത്തിലേക്ക് അവരെത്തിയത് മുഖ്യമന്ത്രിയുടെ പ്രതികരണമില്ല. ദേവസ്വം മന്ത്രി പ്രതികരിച്ചിട്ട് കാര്യമില്ല. ദേവസ്വം മന്ത്രി മാത്രമല്ല പ്രതികരിക്കുന്നത്. ദേവസ്വം ബോർഡാണ് പരിപാടി, സർക്കാരാണോ പരിപാടി എന്ന കാര്യത്തിൽ വ്യക്തതയില്ലല്ലോ. ഞാനൊന്നും പൂർത്തിയാക്കട്ടെ. അതായത് ദേവസ്വത്തിന്റെ പരിപാടിയാണെന്ന് പറയുന്നു. ദേവസ്വത്തിന്റെ പരിപാടിയാണ് സർക്കാർ ഇത്രയും ഈ അവകാശവാദം നടത്തണം. ദേവസ്വം ഒരു വഴിക്ക് നടത്തിക്കൊള്ളുമല്ലോ. എന്തവകാശവാദം? സർക്കാർ ഈ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട എത്ര പ്രതികരണം അങ്ങയുടെ പരിപാടി തന്നെ വന്ന് മന്ത്രി പറഞ്ഞിട്ടുണ്ട്. ദേവസ്വം വകുപ്പിന്റെ ആയിക്കോട്ടെ, ദേവസ്വം ബോർഡിന്റെ പരിപാടിയിൽ ദേവസ്വം മന്ത്രിക്ക് പറയുകയൊക്കെ ചെയ്യാം. പക്ഷേ ഇതൊരു എത്രത്തോളം വിപുലമായ പരിപാടിയാണെന്നും ഇതൊരു ഭയങ്കരമായ എന്താ പറയാ അഭിമാന പരിപാടിയാണ് എന്ന രൂപത്തിൽ തന്നെയാണ് സർക്കാർ ഇതിനെ കൊണ്ടുപോയിട്ടുള്ളത്. ഇനിയിപ്പോ അത് മാറ്റി പറയേണ്ട കാര്യമില്ല. ദേവസ്വം വകുപ്പ് മന്ത്രിയാണ്. ദേവസ്വം വകുപ്പ് മന്ത്രി ആ പരിപാടി നടന്ന ദിവസം, പരിപാടി കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസവും എല്ലാ മാധ്യമങ്ങളോടും ഇതേ കാര്യം പറഞ്ഞു. ദേവസ്വം വകുപ്പ് മന്ത്രി മാത്രം പറഞ്ഞാൽ പോരെന്നേ. ഇത് വലിയ സംഗമവും വലിയ നേട്ടവും ആകുമ്പോൾ ആ രൂപത്തിൽ അവതരിപ്പിക്കണം. അങ്ങനെ അവതരിപ്പിച്ച കാര്യങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇന്നത്തെ യാഥാർത്ഥ്യം. ഒഴിഞ്ഞ കസേരകളെക്കാൾ ഗുരുതരമായ വിഷയമാണ് ഇന്നത്തെ തീവ്രമായ ഒരു സംഗമത്തിന് വഴിയൊരുക്കി എന്നുള്ളത്. ആ വഴിയൊരുക്കിയത് സർക്കാരാണ്. അതിന്റെ ഉത്തരവാദിത്വം സർക്കാരിനുണ്ട് എന്നുള്ളതാണ്. ഇനി പ്രതിപക്ഷത്തിന്റെ കാര്യം. പ്രതിപക്ഷം ഞങ്ങൾ ബഹിഷ്കരിക്കാനുമില്ല, പരിപാടിക്കുമില്ല എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കതിനോട് ആഭിമുഖ്യമില്ല, ഞങ്ങൾ ഈ പരിപാടിയോട് യോജിക്കുന്നില്ല എന്ന് തന്നെയാണ് അർത്ഥമാക്കുന്നത്. ഇനി കോൺഗ്രസ് മറ്റു കാര്യങ്ങളിൽ പണിയെടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പണിയെടുക്കുന്നില്ല എന്നുള്ള കാര്യമാണ്. സർക്കാരിനെതിരെ ഒരുപാട് വിഷയങ്ങളുണ്ട്, അതിലൊക്കെ പ്രതിപക്ഷത്തിന് പണിയെടുക്കാനുണ്ട്, പണിയെടുത്തിട്ടില്ല. പക്ഷേ ഈ വിഷയത്തിൽ സംയമനമാണ് ഏറ്റവും നല്ലതെന്നുള്ള ഒരു സംശയമില്ലാത്ത കാര്യമാണ്. വിശ്വാസവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പാർട്ടികൾ അങ്ങനെ വാ തുറന്നിങ്ങനെ പ്രസംഗിച്ച് നടക്കേണ്ട കാര്യമില്ല. ആ പ്രസംഗത്തിന് വലിയ വില കൊടുക്കേണ്ടി വരും. ആ വില എന്നുള്ളത് BJPക്ക് ഇനിയും വോട്ട് കൂടുമ്പോൾ അവർ കൂടുതൽ വോട്ട് നേടി ഇവിടെ വീണ്ടും അടുത്ത ഒരാൾ കൂടി ജയിപ്പിക്കുന്ന ഒരു സാഹചര്യം ആയിക്കോട്ടെ, അതിലേക്കാണ് ഇപ്പോൾ സർക്കാർ തന്നെ വഴി തുറക്കുന്നത് എന്നുള്ളതാണ്. BJP കൂടുന്നതിനുള്ള സാഹചര്യങ്ങളോ BJP തന്നെ ഒരുക്കിയിട്ടുണ്ട്. 2018 മണ്ണൊരുക്കിയിട്ടുണ്ട്. അതിന്റെ തുടർച്ച നമ്മൾ കണ്ടതാണ്. എത്രത്തോളം ശതമാനം യുവതീ പ്രവേശന വിധി വരുന്ന സമയത്ത് സർക്കാർ എടുത്ത നിലപാട് നേതൃത്വം കൊണ്ട് തെരുവിൽ BJPക്കൊപ്പം ഇറങ്ങിയ പാർട്ടി കോൺഗ്രസ് അല്ലേ? BJPയുടെ രണ്ട് പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടതാണ്. സമാധാനപരമായ പ്രതിഷേധം
നിങ്ങളിങ്ങനെ ഒരുമിച്ച് സംസാരിക്കല്ലേ, ഞാൻ പറയാന്നേ, ഞാൻ പറയാം, എന്റെ കാര്യമാണ് ഞാൻ പറയാം. പറയുന്നത്. അല്ല, അതങ്ങനെ രണ്ടുപേരും കൂടെ ഒരുമിച്ച് കൂട്ടിക്കെട്ടേണ്ടതില്ല. രണ്ടുപേരും കൂടെ ഒരുമിച്ച് സംസാരിക്കണം എന്നേ പറഞ്ഞുള്ളൂ. അല്ലല്ല, നിങ്ങൾ വേറെ അർത്ഥത്തിൽ അഭിപ്രായങ്ങളുണ്ടാവും. ആയിക്കോട്ടെ, ഞാൻ പൂർത്തിയാക്കട്ടെ. ഞാൻ പറഞ്ഞു, നമ്മളെല്ലാം ആ 2018 സമരം നമ്മൾ കണ്ടതാണല്ലോ, എല്ലാ പ്രതിഷേധങ്ങളും കണ്ടാണല്ലോ. ഏത് തരത്തിലേക്ക് ആ പ്രതിഷേധം പോകുന്നു, വേറെ രൂപത്തിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് ആ പ്രതിഷേധത്തിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവർക്ക് രാഷ്ട്രീയ നേട്ടമുണ്ടായി. ഒരുപക്ഷെ ആ രാഷ്ട്രീയ നേട്ടമായിരിക്കാം ഇനിയും അവർ പ്രതീക്ഷിക്കുന്നത്. ഇതിൽ ആത്യന്തികമായി ഇപ്പോൾ ശബരിമലയെ ഒരു രാഷ്ട്രീയ കേന്ദ്രമാക്കി മാറ്റിയിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, ഇടത് സർക്കാരാണ്, BJP ആണ്. രണ്ടുപേരും 2018 ആവർത്തനമാണ് ഇവർ ആവർത്തിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഏത് തരത്തിൽ പോകുമെന്ന് വച്ചാൽ കേരളം ഇതുവരെ കൊണ്ടു നടന്നിരിക്കുന്ന ഒരു സാഹചര്യത്തെ മോശമാക്കിയാണ്. അതിന്റെ ഉത്തരവാദിത്തം പൂർണ്ണമായും പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്കാണ്. ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് ദേവസ്വം ബോർഡ് പ്ലാറ്റിനം ജൂബിലിയുമായി ബന്ധപ്പെട്ടൊരു തീരുമാനമെടുക്കുന്നു. ആ പരിപാടി നടപ്പിലാക്കുന്നു. അതിന് സർക്കാർ സഹായം ചെയ്തു കൊടുക്കുന്നു. അതല്ലാതെ സർക്കാർ എന്താണ് ഇക്കാര്യത്തിൽ ചെയ്തത്? ആ പമ്പാ സംഗമത്തിൽ ഏതെങ്കിലും ഒരിടത്ത് മുഖ്യമന്ത്രിയുടെ ഫോട്ടോ കണ്ടോ? CPM-ന്റെ ഫ്ലാഗ് കണ്ടോ? ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും സംഭവങ്ങൾ കണ്ടോ? ഒന്നും കണ്ടിട്ടില്ലല്ലോ. അതിനെങ്ങനെ സമീകരിക്കുക? താങ്കൾ ഈ സാങ്കേതികത്വം പറഞ്ഞു. അല്ല, ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞിട്ടില്ല. എന്നൊന്നും പറയാൻ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി അത് ചെയ്യുമ്പോൾ അത് എങ്ങോട്ടേക്കാണ് BJP പറയുന്ന പോലെയല്ല ഞാൻ പറയുന്നത്. എന്ത് സ്മൃതി, കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ശബരിമലയിലെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ചർച്ച ചെയ്യാൻ പാടില്ലേ? വികസനം പറഞ്ഞോട്ടെ, പിന്നല്ലാതെ അവിടെ എന്താ പറഞ്ഞത് മുഖ്യമന്ത്രി? പ്രസംഗം മൂടം കേട്ടല്ല. ആ പ്രസംഗത്തിൽ പ്രതിപക്ഷത്തിനെതിരെ എന്തെങ്കിലും പറഞ്ഞോ? പ്രതിപക്ഷത്തിനെതിരെ പറയണമെന്ന് ഞാൻ പിന്നെ രാഷ്ട്രീയ പ്രസംഗമായിരുന്നു അത് നടത്തിയത്? മുഖ്യമന്ത്രി ആ വേദിയിൽ നടത്തിയത് രാഷ്ട്രീയ പ്രസംഗമായിരുന്നു? അല്ലല്ലോ. മുഖ്യമന്ത്രിയുടെ വരവ് തൊട്ട് രാഷ്ട്രീയമാണ് ഡോക്ടർ അരുൺകുമാർ. മുഖ്യമന്ത്രി വിയോജിപ്പേ ഉള്ളൂ. തീവ്ര സംഗമമായ പന്തളത്തെ പരിപാടിക്ക് കാരണം ഈ പിണറായി വിജയൻ സർക്കാരാണ് എന്ന് പറയുമ്പോൾ ഇതേ വിഷയത്തെ രാഷ്ട്രീയവൽക്കരിച്ചതിന്റെ ഉത്തരവാദിത്വം പ്രതിപക്ഷത്തിനുമുണ്ട്, സംഘപരിവാറിനുമുണ്ട്. ശബരിമലയിൽ ഒന്നും നടക്കരുത്, ശബരിമലയിൽ ഒരു നല്ല കാര്യം നടക്കരുത്. ശബരിമലയിൽ ഏതു നല്ല കാര്യം നടക്കുമ്പോഴും ഒരു സുവർണാവസരം എന്ന് പറഞ്ഞു നടന്ന BJP അല്ലേ? ആ സുവർണാവസരത്തിന് രാഷ്ട്രീയ നേട്ടമാക്കി ഇറങ്ങിയത് കോൺഗ്രസ് അല്ലേ? അതേ നിലപാടല്ലേ? രാഹുൽ ഗാന്ധിയുടെ നിലപാടായിരുന്നോ കേരളത്തിൽ സമരം ചെയ്ത കോൺഗ്രസ്? പരിപാടിയിലേക്ക് വരും. ആ പരിപാടിയുമായി ബന്ധപ്പെട്ട ആ പരിപാടിയെ കുറിച്ച് പറയണം. സ്മൃതി അത് പറഞ്ഞതുകൊണ്ടാണ് എനിക്ക് നിങ്ങൾ ഉടനെ പ്രതിപക്ഷത്തിന്റെ കാര്യം ഇന്നത്തെ തീവ്ര സംഗമവുമായി ബന്ധപ്പെട്ട കാര്യം സർക്കാരിന് അതിൽ എന്ത് പങ്ക്? 2 സംഗമങ്ങളാണ് നടന്നത്. സർക്കാർ നടത്തിയ സംഗമം ഏത് രൂപത്തിലായിരുന്നു കേരളം കണ്ടതാണ്. അതിനുശേഷം ആ സംഗമത്തിന് ശേഷം ഈ സർക്കാരിന്റെ ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് ഒരു രാഷ്ട്രീയ ഉദ്ദേശവുമില്ല എന്നാണോ അങ്ങയുടെ നിഷ്കളങ്ക ബുദ്ധി? എല്ലാത്തിനും രാഷ്ട്രീയമുണ്ട്. അവിടെ പോയി ഇരുമുടിക്കെട്ട് താഴെ ഇട്ടതിന് രാഷ്ട്രീയമുണ്ട്. ആ ഇരുമുടിക്കെട്ട് താഴെ ഇട്ടവർക്കൊപ്പം പോയി സമരം ചെയ്ത കോൺഗ്രസിന് രാഷ്ട്രീയമുണ്ട്. അതിൽ മുസ്ലിം ലീഗ് അനുകൂലിച്ചിട്ടും ഇതൊരു നല്ല പരിപാടിയാണെന്ന് പറയാത്ത കോൺഗ്രസിന്റെ നിലപാടിലും രാഷ്ട്രീയമുണ്ട്. എന്താ പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞ ആഗോള അയ്യപ്പ സംഗമത്തെ കുറിച്ച് പറയാൻ പറ്റില്ലെന്നേ. നല്ല കാര്യങ്ങൾ നടക്കുമ്പോൾ നമ്മൾ എന്തിനാണ് മുടക്കുന്നത്? അതൊരു വാചകമായി പറഞ്ഞു പോലെ ഒരു കക്ഷിയുടെ നിലപാടല്ലേ? വെള്ളാപ്പള്ളിയുടെ കാര്യത്തിലേ പ്രതികരിച്ചിട്ടുള്ളൂ. മുസ്ലിം ലീഗ് പ്രതികരിച്ചാൽ ഉടനെ നിങ്ങൾ അതിനെ മുസ്ലിം ആക്കും. നിങ്ങളൊന്നും പറയില്ലേ? മുസ്ലിം ലീഗ് ആണ് ഈ പരിപാടിക്ക് ഇത് നല്ല പരിപാടിയാണെന്നൊരു ടാഗ് കൊടുത്തത് പി കെ കുഞ്ഞാലിക്കുട്ടിയാണ്. ലീഗ് ഈ പരിപാടിയോട് അനുകൂലിച്ചു. UDF-ന് മൊത്തത്തിൽ എതിർപ്പില്ല. ആകെ എതിർപ്പുള്ളത് കോൺഗ്രസിന് മാത്രമാണ്. അതല്ലേ വാസ്തവം? ആയിക്കോട്ടെ, കോൺഗ്രസിന് എതിർപ്പിനെ കുറിച്ചല്ല ഞാൻ. ആ എതിർപ്പ് രാഷ്ട്രീയമല്ലേ? തീവ്ര സംഗമത്തിന്റെ പിണറായി വിജയന്റെയും ഇടത് സർക്കാരിന്റെയും കാര്യം കൂട്ടിക്കിട്ടുന്നത് എന്തിനാണ്? അതാണ്. അല്ല, അത് മാത്രമേ എനിക്ക് വിയോജിപ്പ്. ജിമ്മി, ഒരു രാഷ്ട്രീയ കോർണർ മീറ്റിംഗ്, എനിക്കതാണ് യോഗം കണ്ടപ്പോൾ തോന്നിയത്. തീവ്രതയൊക്കെ വല്ലാതെ കൂടുതലായിരുന്നു. അത് കൂടിക്കൂടി ഒരു കോർണർ മീറ്റിങ്ങിൻ്റെ നിലവാരത്തിലേക്ക് ഇത് താഴ്ന്നു എന്നുള്ളതാണ്. മുഖ്യ പ്രാസംഗികൻ ഉദ്ഘാടകൻ പറഞ്ഞത് പിണറായി വിജയന് കാമമാണെന്നാണ്. കാമവും കൂടിയാണ് ചേർത്താണ് പറഞ്ഞത്. ഇങ്ങനെ കേരള ചരിത്രത്തിൽ ഇങ്ങനെ ഒരു പ്രസംഗം ഉണ്ടായിട്ടുണ്ടാവും ഇത്രയും പ്രധാനപ്പെട്ട ഒരു പരിപാടിയുടെ ഭാഗമായി? അപ്പോൾ കോർണർ മീറ്റിങ്ങിൻ്റെ നിലവാരമുള്ള ഒരു തീവ്ര യോഗം, രാഷ്ട്രീയ യോഗം അവിടെ നടന്നു എന്ന് മാത്രമല്ല, ശബരിമലയിലെ ആചാരം സംരക്ഷിക്കണം, ഭംഗം വരുത്തുന്ന ആളുകളാണ് സർക്കാരും CPM-ഉം ഇടതുപക്ഷവും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സംഗമം നടന്നത്. എന്നിട്ട് ഈ സംഗമത്തിൽ പങ്കെടുത്ത ഒരു സ്വാമിയാർ, അത് ശ്രീരാമദാസ മിഷൻ്റെ ശാന്താനന്ദ മഹർഷി പറയുകയാണ്, വാവർ തീവ്രവാദിയാണ്, വാവർ മുസ്ലിം തീവ്രവാദിയാണ്,
അയ്യപ്പനെ ആക്രമിക്കാൻ വന്നയാളാണ്, അതുകൊണ്ട് ഈ വാവരുടെ പള്ളിയിൽ പോകരുത്. ശബരിമലയിലെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം തന്നെ വാവരുടെ പള്ളിയിൽ പോയി കാണിക്കർപ്പിച്ച് അവിടെ നിന്ന് മല ചവിട്ടി കയറിപ്പോകുന്ന ഒരു അടിസ്ഥാനപരമായി ശബരിമലയിലെ സാഹോദര്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയൊക്കെ വലിയ ചിത്രമായി മാത്രമല്ല, ശബരിമലയുടെ വിശ്വാസത്തിന് തന്നെ അടിസ്ഥാനം ഇതായിരിക്കെ ഈ യോഗത്തിൽ വന്ന് സംസാരിക്കുന്ന ആൾ പറഞ്ഞത് അത് ശരിയല്ല, അത് നമുക്ക് തകർക്കണമെന്നാണ്. അപ്പോൾ ആചാര സംരക്ഷകരാണെന്ന് പറഞ്ഞവരുടെ യോഗത്തിൽ അവസാനം ആവേശം കയറി ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ആചാര ലംഘനത്തിൻ്റെ ഘട്ടത്തിലേക്കാണ് കടന്നത്. ഈ പണ്ട് നാട്ടിലെ ഒരു കഥയുണ്ട്, ഈ മൗനജാഥ നടക്കുകയാണ്. അപ്പോൾ ആവേശം കൂടി വന്നപ്പോഴത്തേക്ക് അവസാനം അതിനകത്തുള്ള ആൾക്ക് ആവേശം കൂടിയിട്ട് മൈക്കും വേണ്ട ഒരു കോപ്പും വേണ്ട, മൗനജാഥ സിന്ദാബാദ് എന്ന് ഒരാൾ ആർത്ത് വിളിച്ചു എന്നാണ് പറയുന്നത്. എന്ന് പറയുന്ന പോലെ ഈ സമൂഹത്തെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്ങ് അലറി വിളിക്കുകയാണ്. അല്ലെങ്കിൽ തന്നെ ശബരിമലയിൽ ഏത് വിഭാഗത്തിലുള്ള ആളുകൾക്കും കയറാം എന്ന ഒരു വിശ്വാസം ഇരിക്കെ, എല്ലാവരും അയ്യനായി മാറുന്ന ഒരു സങ്കല്പം ഇരിക്കെ, ശബരിമലയിൽ ഹിന്ദുക്കൾ മാത്രമേ കയറാവൂ എന്ന് പറഞ്ഞ് കേസ് കൊടുത്തയാൾ ഭാരതീയ വിചാര കേന്ദ്രത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായിരുന്ന ആളാണ്. അപ്പോൾ ആചാര ലംഘനം അവർക്ക് ഇഷ്ടമുള്ള പോലെയാണ്, ആചാരവും അവർക്ക് ഇഷ്ടമുള്ള പോലെയാണ്. ചുരുക്കത്തിൽ എന്തിനാണ് ഈ പരിപാടി നടത്തിയത് എന്നതിനെക്കുറിച്ച് അവർക്ക് തന്നെ ഒരു വ്യക്തതയില്ലാതെ അവസാനിച്ച ഒരു യോഗം. ആകെ ചെയ്തത് സർക്കാരിനെയും പിണറായി വിജയനെയും CPM-നെയും 10 തെറി വിളിക്കാൻ കുറേ ആളുകളെ കൂട്ടി ഒരു യോഗം നടത്തി. അതല്ലാതെ ശബരിമലയിലെ ആചാരങ്ങളെക്കുറിച്ചോ ശബരിമലയെക്കുറിച്ചോ എന്തെങ്കിലും ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ, ശബരിമല എന്ന് പറയുന്ന ഒരു ആരാധനാ കേന്ദ്രത്തിൻ്റെ ആ വിശുദ്ധിയോട്, ആ പവിത്രതയോട് എന്തെങ്കിലും ഒരു മര്യാദ ഉണ്ടായിരുന്നെങ്കിൽ ഇത്തരം ഭർസനങ്ങൾ അവിടെ ഒന്നും നടത്തുമായിരുന്നില്ല. അതും മുഖ്യപ്രാസംഗികൻ, കൂടെ പങ്കെടുത്ത ആളുകളെല്ലാവരും. ഇങ്ങനെയാണ് ഒരു പരിപാടി നടത്തുക. ഇതിലും എത്രയോ ഭേദമായിരുന്നു സർക്കാരിൻ്റെ സെമിനാർ. ഒന്നുമല്ലെങ്കിലും ശബരിമലയുടെ വികസനമാണല്ലോ ചർച്ച ചെയ്തത്, വേറൊന്നും പറഞ്ഞില്ലല്ലോ ആ യോഗത്തിൽ. രണ്ടാമത്തേത്, ഈ പരിപാടി കൊണ്ട് എന്താണ് അവർ ലക്ഷ്യമിട്ടത്? സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇങ്ങനൊരു പരിപാടി നടക്കുന്നു, ആ പരിപാടി കൊണ്ട് വലിയ നേട്ടം സർക്കാരിനുണ്ടാകും എന്ന് മനസ്സിലാക്കുന്നു, ഹിന്ദു സംഘടനകളെ അവരുടെ സർക്കാർ കൂടെ കൂട്ടാൻ ശ്രമിക്കുന്നു എന്ന് കരുതി നടത്തിയ ഒരു ബദൽ സംഗമമാണല്ലോ, അത് അവർ തന്നെ സമ്മതിക്കുന്നുണ്ട്. എന്നിട്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട ഹൈന്ദവ സംഘടനകളോടെ പോയി 2018 നാമജപ ഘോഷയാത്രയോടുകൂടി സംഘപരിവാരത്തിനൊപ്പം അണിനിരന്ന 2 പ്രധാനപ്പെട്ട സംഘടനകൾ NSS-ഉം SNDP-യും രണ്ടുമില്ല. ഈ 2 സംഘടനയുടെയും നേതാക്കൾ അപ്പുറത്ത് സർക്കാരിൻ്റെ പരിപാടിയിലേക്ക് പോയി. ഈ പരിപാടിയിൽ നേതാക്കളെ കൊണ്ടുവരാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ ഈ പരിപാടി കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത്? കുറേ സ്വാമിമാർ, ഈ മഠാധിപതികൾ അവിടെ എത്തി, അവിടെ വന്ന് എല്ലാവരും കൂടെ ചേർന്ന് ബഹളം വെച്ചു. പക്ഷേ രാഷ്ട്രീയമായി ഇതുകൊണ്ടുള്ള മെച്ചമോ ഗുണമോ ഈ പരിപാടികൾ ഉണ്ടാകുമോ? അതോ ഇത് കൂടുതൽ തിരിച്ചടിക്കുകയുള്ളൂ? പ്രത്യേകിച്ച് കേരള മുഖ്യമന്ത്രിയെക്കുറിച്ച് ഇങ്ങനത്തെ വളരെ മോശം വർത്തമാനം പറയുക, വാവരുടെ പള്ളിയിൽ പോകരുത്, വാവർ തീവ്രവാദിയാണെന്ന് പറയുക, ഇങ്ങനെ ശബരിമലയിലെ ആചാരത്തിന് കടകവിരുദ്ധമായി ആവേശമൂത്ത് പ്രസംഗിച്ച് അലറി അവസാനം അതൊരു കൊലവിളിയായി അവസാനിക്കുന്ന പരിപാടി നടത്തുക, ഇതുകൊണ്ട് എന്താണ് ഗുണം? 2018 ഓർമ്മിപ്പിക്കാനോ? 2018 ഓർമ്മിപ്പിച്ചത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടാകും എന്നാണ് കരുതുന്നതെങ്കിൽ അത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ഒരു പക്ഷേ ചിലപ്പോൾ സംഘപരിവാരം ഉദ്ദേശിച്ചും അതുതന്നെയായിരിക്കും. 2018 ഓർക്കുക. ഒരു കാരണവശാലും ഈ പിണറായി വിജയൻ പറയുന്ന ശബരിമലയിലെ മാസ്റ്റർ പ്ലാനും ശബരിമലയിലെ റോപ്പ് വേയും ശബരിമലയിലെ ഭക്തർക്ക് വേണ്ടി വരാൻ പോകുന്ന ആശുപത്രി വരുന്നെങ്കിൽ അതൊന്നും വിശ്വസിക്കരുത്. 2018 ഓർമ്മിക്കണം എന്നാണോ സംഘപരിവാരം ഉദ്ദേശിച്ചത്? അങ്ങനെയാണെങ്കിൽ അത് ഇലക്ഷൻ വരെ നമുക്ക് കാത്തിരിക്കാം. ഈ ഒരു സംഗമം നടത്തിയതിലൂടെ സംഘപരിവാരം, BJP, അവരുടെ നേതാക്കൾ, അവരുടെ മുന്നണി എല്ലാവരും ചേർന്ന് 2018 ഒരു ഹിന്ദു ഐക്യം, അവർ കരുതുന്ന ഹിന്ദു ഐക്യം ഉണ്ടായെന്നും അതിനൊരു തുടർച്ചയുണ്ടെന്നും വിചാരിക്കുന്നു. ഇത്തവണ അത് ഇത്തവണ അത് തുടരാനാണ് അവർ ആഗ്രഹിച്ചത്. പക്ഷേ NSS-ഉം SNDP-യും കൂടെ ഇല്ല എന്നുള്ളത് പരസ്യമായി സമ്മതിക്കുന്ന ഒരു കാര്യം കൂടിയായിപ്പോയി. യോഗി ആദിത്യനാഥിൻ്റെ പ്രസ്താവന ഇവിടെയും വായിച്ചു, അതും സമം. അവിടെയും വായിച്ചു, ഇവിടെയും വായിച്ചു. അവിടെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, അത് കൃത്യമായ CPM-ൻ്റെ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്, അത് തീക്കളി തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ഇപ്പുറത്ത് യോഗി ആദിത്യനാഥിനെ കിട്ടിയുള്ളൂ. ഒരു അമിത്ഷായോ ചുരുക്കം ഒരു മോദിയെങ്കിലും കൊണ്ടുവരേണ്ടതായിരുന്നു. അല്ലെങ്കിൽ എന്ത്, ഒരു അമിത്ഷാ യോഗി ആദിത്യനാഥ് ഉണ്ട്, അവിടെയുണ്ട്, ഇവിടെയുണ്ട്. കേരളത്തിലെ പ്രധാനപ്പെട്ട സംഘടനകൾ NSS, SNDP അവിടെയുണ്ട്, ഇവിടെ ആരുമില്ല. നിങ്ങളുടെ കൂടെ ആരുണ്ട്? ഞങ്ങളുടെ കൂടെ കുറേ സ്വാമിമാരുണ്ട്. സ്വാമിമാരെന്ത് പറഞ്ഞു? അത് വാവരെ കത്തിക്കണം, വാവര് കള്ളനാണ് എന്നാണ്. അപ്പോൾ ചുരുക്കത്തിൽ പ്രധാനപ്പെട്ട നേതാക്കളെ ആരെയും അണിനിരത്താതെ, പ്രധാനപ്പെട്ട സംഘടനകളെ ആരെയും കൊണ്ടുവരാതെ, കുറേ ആവേശത്തിൽ കുറേ വാചകങ്ങൾ അടിച്ച് വൈകുന്നേരം ഇപ്പോൾ പിരിഞ്ഞു പോയ ഒരു കോർണർ മീറ്റിംഗായി മാത്രമാണ് ഇന്ന് നടന്ന സംഗമത്തിൻ്റെ ആകത്തുക. അതിന് രാഷ്ട്രീയം, അതിൻ്റെ ഗുണം എന്തുണ്ടാകുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. പക്ഷേ ഒരു തരത്തിലും ഇതൊരു അയ്യപ്പ സംഗമമായി തോന്നുന്ന ഒന്നും ആ പരിപാടിയിൽ ഉണ്ടായിരുന്നില്ല. മുഴുവൻ നേരവും സർക്കാരിനെതിരായ കുറേ കൊലവിളികൾ മാത്രമാണ് നടന്നത്. ഇതൊരു തീവ്ര കോർണർ മീറ്റിംഗ്. അതാണ് എൻ്റെ അഭിപ്രായം. സുജയ,
തീവ്രത അളന്നോന്ന് എനിക്കറിയില്ല. തീവ്രത അളക്കുന്ന മെഷീനൊക്കെ ഒരു പാർട്ടിയുടെ ഭാഗത്തുണ്ട് എന്നൊക്കെ ഇങ്ങനെ ഇടയ്ക്കൊക്കെ കേട്ടിരുന്നു. അപ്പോൾ അങ്ങനെ തീവ്രത എന്തെങ്കിലും അളന്നിട്ടാണോ ഇവിടെ എല്ലാവരും ഉത്തരം പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഞാൻ എന്തായാലും ഭക്തിയുടെ അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ തീവ്രത അളക്കാൻ മുതിരുന്നില്ല. അത് ഓരോരുത്തരുടെയും മനസ്സിൽ ഉണ്ടാകേണ്ടതാണ്. അത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യമാണ്. ഭക്തി, വിശ്വാസം അതൊക്കെ അത് മറ്റൊരു വ്യക്തിയല്ല അത് എത്രത്തോളമാണ് എന്ന് പറയേണ്ടത്. അതുപോലെ തന്നെ ഇവിടെ നേരത്തെ ജിമ്മി ജെയിംസ് പറഞ്ഞ കോർണർ മീറ്റിംഗ് എന്ന വാചകത്തോട് ഞാൻ പൂർണ്ണമായും വിയോജിപ്പ് അറിയിക്കുകയാണ്. കാരണം അയ്യപ്പന്റെ ബാലകനായിരുന്ന സമയത്തെ ഏറ്റവും പരിപാവനമായ സ്ഥലമായി കരുതുന്ന ഇടമാണ് പന്തളം. ആ പന്തളത്താണ് ഇന്നത്തെ സംഗമം നടത്തിയത്. അപ്പോൾ അതിനെ ഒരു കോർണർ മീറ്റിംഗ്, ഒരു രാഷ്ട്രീയ യോഗം പോലെ ഒന്നാണ് അവിടെ വിളിച്ചു പറഞ്ഞ് എന്തൊക്കെയോ സംസാരിച്ചു എന്നൊക്കെയുള്ള രീതിയിലാണ് പറഞ്ഞത്. അതിനോട് ഞാൻ വിയോജിക്കുകയാണ്. ഇവിടെ വിശ്വാസികളുടെ സംഗമം എന്ന് പറഞ്ഞുകൊണ്ട് അയ്യപ്പ ഭക്തരായ ആളുകളാണ് അവിടെ ഒത്തുചേർന്നത്. അതിൽ സംഘപരിവാറുകാരായ ആളുകളെ, പ്രത്യേകിച്ചും വത്സൻ തില്ലങ്കേരിയൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ അസ്വസ്ഥതയുണ്ടാകും. അസ്വസ്ഥത സ്വാഭാവികമാണ്. പക്ഷേ കേരളത്തിന്റെ ഈ ഒരു സാമൂഹിക സാംസ്കാരിക പരിസരത്ത് വത്സൻ തില്ലങ്കേരിയൊക്കെ ഇതിൽ സജീവമായി ഇനിയും കൂടുതൽ കാലം ഉണ്ടാവുക തന്നെ ചെയ്യും. താങ്കൾ എത്ര വിയോജിപ്പ് അറിയിച്ചാലും. ഇവിടെ 20-ാം തീയതി ആഗോള അയ്യപ്പ സംഗമം പമ്പയിൽ നടക്കുന്നു. അതിന് ആ സംഗമത്തെക്കുറിച്ചുള്ള അറിയിപ്പുകൾ വന്നപ്പോൾ മുതൽ ചർച്ചകൾ നടക്കുമ്പോൾ തന്നെ ഈ സംഗമത്തിലല്ല പങ്കെടുക്കുന്നത്, വിശ്വാസികളുടെ സംഗമമല്ല എന്ന് പറഞ്ഞുകൊണ്ട് യോജിക്കാനും വിയോജിക്കാനുമായിട്ടുള്ള അവകാശം ഏത് പൗരനും ഉള്ളതുപോലെ തന്നെ അത് വിശ്വാസികളും പൗരന്മാർ തന്നെയാണല്ലോ. അപ്പോൾ അവർക്കും ആ വിശ്വാസം അനുസരിച്ചുകൊണ്ട് തന്നെയാണ് അവരവരുടെ അവകാശങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് ബദൽ സംഗമം അവിടെ സംഘടിപ്പിച്ചത്. ഈ രണ്ട് സംഗമത്തിലേക്കും എത്തിയ ആളുകൾ, അതിൽ ആരാണ് ഭക്തർ, ആരാണ് വിശ്വാസികൾ എന്നൊക്കെയുള്ള ചോദ്യം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഉത്തരം തന്നെയാണ്. അത് ഓരോരുത്തരും വ്യക്തിപരമായി എടുക്കേണ്ട ചോയ്സും അവരവരുടേതായ കാര്യമാണ്. അല്ലാതെ ഇന്നയാൾക്ക് ഭക്തിയുണ്ടോ ഇന്നയാൾക്ക് ഭക്തിയില്ലേ എന്നൊന്നും മറ്റൊരാൾക്ക് പറയാൻ കഴിയില്ല, സർക്കാരുകൾക്കും പറയാൻ കഴിയില്ല. സർക്കാരുമല്ല ഭക്തരാരാണ് അല്ലാത്തത് ആരാണ് എന്നൊക്കെ പറയേണ്ടത്. അതിനൊന്നുമുള്ള ഒരു അവകാശവും ഒരു സർക്കാരിനും കൊടുത്തിട്ടുമില്ല. ഇവിടെ ഹിന്ദുക്കൾ അതുപോലെ തന്നെ വാവൂര് സ്വാമിയെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇത് മുസ്ലിം വിരുദ്ധത അതിൽ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു. അത് ആ ഒരു സ്വാമിയുടെ ഒരാളുടെ പ്രസംഗത്തിൽ വന്ന ഒരു ഭാഗം മാത്രം വളർത്തിയെടുത്തുകൊണ്ടാണ്. കാരണം എന്തായാലും ക്ഷീരമുള്ള ഒരു അകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന ലാഘവത്തോടെ ഞാൻ ആ പ്രസ്താവന എന്തായാലും കാണുന്നുള്ളൂ. ഇവിടെ ഹിന്ദുക്കൾ എന്തായാലും വിഡ്ഢികളൊന്നുമല്ല. 2018 മുതൽ തന്നെ കൃത്യമായി അവർ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞും ആചാരങ്ങളെക്കുറിച്ച് പറഞ്ഞും വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞും ഒക്കെ മുന്നോട്ട് പോകുന്നത് കണ്ടതുകൊണ്ടാണല്ലോ അകന്നുപോയ ഹിന്ദു വോട്ടുകൾ തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടി വിശ്വാസികൾ പാർട്ടിയിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ അത് പാർട്ടിയിലേക്കും മുന്നണിയിലേക്കും തിരികെ കൊണ്ടുവരുന്നതിനായിട്ടുള്ള ശ്രമം ഒരു സർക്കാർ അല്ലെങ്കിൽ ഒരു പാർട്ടി തന്നെ മുൻകൈയെടുത്ത് നടത്തുന്നത്. ഒന്നും അറിയാത്തവരൊന്നും അല്ലല്ലോ CPIM. അപ്പോൾ അവർ കൃത്യമായി കാര്യങ്ങൾ പഠിച്ച് അത് അവരുടെ സംസ്ഥാന സമ്മേളനത്തിന്റെ റിപ്പോർട്ടിന്റെ അടക്കം ഭാഗമായിരുന്നു. പാർട്ടി വോട്ടുകൾ എവിടെ നിന്നാണ് ചോർന്നു പോയത് എന്നതടക്കം അത് തിരിച്ചു കൊണ്ടുവരാനായിട്ടുള്ള ശ്രമമാണ് 20-ാം തീയതിയിലെ സംഗമത്തിലൂടെ നടന്നത് എന്നത് പരസ്യമായ രഹസ്യമാണ്. ഇനി ഇവിടെ ഏത് രീതിയിൽ വോട്ട് പിടിക്കാനാണ്? ഇന്ന് അവിടെ വന്ന ആളുകളുടെയൊക്കെ വോട്ട് എന്തായാലും അത് BJPക്ക് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ തന്നെയാണ്. അതിൽ ഇത്രയ്ക്ക് മറച്ചു വെക്കാൻ എന്താണുള്ളത്? അവിടെ വന്ന പരിവാർ സംഘടനകളുടെ ആളുകൾ അവരെന്തായാലും പോയി CPIM-ന് വോട്ടൊന്നും ചെയ്യില്ല. അവർ BJPക്ക് തന്നെ വോട്ട് ചെയ്യുകയുള്ളൂ. ജയിച്ചാലും തോറ്റാലും BJPക്ക് തന്നെ അവർ വോട്ട് ചെയ്യുകയുള്ളൂ. BJP ഇവിടെ ജയിക്കുന്നില്ല അല്ലെങ്കിൽ സീറ്റില്ല എന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ പണ്ടുണ്ടായിരുന്നതിനേക്കാൾ ശതമാനക്കണക്കിൽ അല്ലെങ്കിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ 1-ാം സ്ഥാനത്തേക്ക് അവർ എത്തിയിട്ടുണ്ട്. അങ്ങനെ പടിപടിയായിട്ടാണ് വളരുന്നത്. രാജ്യത്തിന്റെ ഭരണത്തിലേക്ക് ഇപ്പോൾ തുടർച്ചയായ 3-ാം ഊഴത്തിലേക്ക് എത്തുന്നതിന് മുൻപ് 2 സീറ്റ് മാത്രമുള്ള പാർട്ടിയായിരുന്നു. അതിൽ നിന്നാണ് വളർന്നു വരുന്നത്. അതുപോലെ തന്നെ അത് കേരളത്തിലും വിദൂരമൊന്നുമല്ല. ത്രിപുരയിലും ബംഗാളിലും ഒക്കെ സംഭവിക്കാമെങ്കിൽ കേരളത്തിലും സംഭവിച്ചു കൂടായികയൊന്നുമില്ല. പലയിടത്തായി പരന്നു കിടന്നിരുന്ന ഗ്രാൻഡ് ഓൾഡ് പാർട്ടിയുടെയൊക്കെ ഇന്നത്തെ അവസ്ഥ എന്താണെന്നൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഇവിടെ എന്തായാലും പന്തളത്തെ കസേരകളൊന്നും AI ക്രിയേഷൻ ആണെന്നും ആർക്കും പറയേണ്ടി വന്നില്ല. കാരണം കസേരയിൽ ഇരിക്കാൻ പോയിട്ട് നിൽക്കാൻ പോലും സ്ഥലം കിട്ടാതെയാണ് ആൾക്കാർ അവിടെ തിങ്ങി നിറഞ്ഞിരുന്നത്. നമ്മുടെ റിപ്പോർട്ടേഴ്സ് തന്നെ പറഞ്ഞതനുസരിച്ച് പന്തളത്തെ ഈ നാനാക്ക് മൈതാനം കൺവെൻഷൻ സെന്ററിന്റെ ഭാഗം അവിടെ മുഴുവൻ നിറഞ്ഞ ആളുകൾ നിൽക്കുകയായിരുന്നു. എന്തായാലും ആഗോള അയ്യപ്പ സംഗമം പോലെ ഒരു തത്സമയ കവറേജ് ഒന്നും കേരളത്തിലെ മാധ്യമങ്ങൾ വലുതായിട്ടൊന്നും കൊടുത്തതായിട്ട് കണ്ടില്ല. ഇടയ്ക്കിടയ്ക്ക് അതേക്കുറിച്ച് സൂചിപ്പിച്ച് ആ സമയത്തെ ദൃശ്യങ്ങൾ മാത്രം കാണിച്ചാണ് പോയത്. പക്ഷേ ആദ്യം മുതൽ അവസാനം വരെ 3 മണിക്ക് ശേഷമായിരുന്നു ഉദ്ഘാടന സമ്മേളനം. ആ ഉദ്ഘാടന സമ്മേളനത്തിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ അവിടെ വലിയ ആൾക്കൂട്ടമുണ്ടായിരുന്നു. ഭക്തരുടെ തിങ്ങി നിറഞ്ഞ ഒരു സദസ്സ് നമുക്ക് അവിടെ കാണാൻ കഴിയുമായിരുന്നു. ഇവിടെ ശബരിമലയുടെ ലക്ഷ്യം അല്ലെങ്കിൽ ശബരിമലയുടെ വികസനം അതെല്ലാവരും ആഗ്രഹിക്കുന്നതന്നെയാണ്. അതിപ്പോൾ സർക്കാർ ചെയ്യണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ ആ വികസനത്തെ ഒന്നും ആരും തള്ളി പറയുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സ്മൃതി പരുത്തിക്കാടിനോട് വിയോജിച്ചത്. പ്രതിപക്ഷം ഇവിടെ ഒന്നും ചെയ്യാതെ മാറി നിൽക്കുകയാണ്. പ്രത്യേകിച്ചും കോൺഗ്രസ് ഇതിൽ നിന്ന് ലാഭം കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സുവർണാവസരമാക്കി എടുക്കാനായിട്ടുള്ള യഥാർത്ഥത്തിൽ രാഷ്ട്രീയം കളിച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസും പ്രതിപക്ഷവും ഒക്കെ തന്നെയാണ്. അവിടെ CPIM-ഉം BJP-യും അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനകളും അവർ കൃത്യമായിട്ട് അവർ ഫോർ ഫ്രണ്ടിലുണ്ടെന്നേ. അവർ ഗ്യാലറിയിൽ ഇരിക്കുകയല്ല അല്ലെങ്കിൽ മറഞ്ഞു നിൽക്കുകയല്ല, അവർ പ്രത്യക്ഷത്തിൽ തന്നെയുണ്ട്. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് തെറ്റുപറ്റിയതാണെങ്കിൽ തിരുത്താനായിട്ടുള്ള ഒരു സമീപനം ഉണ്ടാകുമ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം അതാണ് പറഞ്ഞത്. മുഖ്യമന്ത്രി ഭക്തനാണോ അല്ലയോ എന്നുള്ളത്. ഇന്ന് MA ബേബി പറഞ്ഞു ഭക്തനല്ല എന്ന്. കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു ഭക്തനാണെന്ന്. ഇനി പിണറായി വിജയനാണ് പറയേണ്ടത്. ഇനി അദ്ദേഹം അത് പറയണമെന്ന് ഞാൻ പറയില്ല. കാരണം അതൊക്കെ അദ്ദേഹത്തിന്റെ മനസ്സിൽ വെക്കേണ്ട കാര്യങ്ങളാണ്. അതെല്ലാവരോടും പറഞ്ഞു നടക്കണമെന്നൊന്നുമില്ല.
അപ്പോൾ ഈ ഭക്തിയുടെ കാര്യത്തിൽ അങ്ങനെ ഓരോ വിഷയത്തിലും ഈ വിഷയം ഉണ്ടാക്കിക്കൊണ്ട് മുതലെടുക്കാൻ നോക്കുന്ന പ്രതിപക്ഷത്തെയും കോൺഗ്രസിനെയും താങ്കളടക്കം താങ്കളും സ്മൃതി വരുത്തിക്കാടും ഒക്കെ കാണാതെ പോകുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അവരെക്കുറിച്ചൊന്നും പറയുന്നതേയില്ല. കോൺഗ്രസിന്റെയും UDF-ന്റെയും ഒക്കെ ഈ വിഷയത്തിൽ സ്റ്റാൻഡ് എന്താണെന്ന് പറയുന്നതേയില്ല. 2019 പ്രക്ഷോഭം നടക്കുന്നു, പ്രക്ഷോഭത്തെ എതിർക്കാനായിട്ട് പോലീസിനെ ഇറക്കുന്നു. അങ്ങനെ CPIM-ഉം BJP-യും ഫോർ ഫ്രണ്ടിലുണ്ടായിരുന്നു 2018-19 കാലയളവിൽ. എന്നാൽ തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും ഈ വിഷയം വിശ്വാസം വോട്ടാക്കി മാറ്റുന്നതിനായിട്ട് ശ്രമിച്ചത് ആരാണ്? വിഷയത്തിനകത്തേക്ക് ഇതും പറഞ്ഞു തന്നെ പോകണം. അപ്പോൾ ഇവിടെ രണ്ടിടങ്ങളിലായി രണ്ട് സംഗമങ്ങൾ നടക്കുമ്പോഴും രണ്ടിൽ നിന്നും അകലം പാലിച്ചു നിൽക്കുകയും എന്നാൽ വിശ്വാസികളുടെ വോട്ട് പിൻവാതിലിൽ കൂടി ഇങ്ങ് എടുക്കണം എന്ന ഗൂഢലക്ഷ്യത്തോടെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന കോൺഗ്രസിനെ ജനം തിരിച്ചറിയുക തന്നെ ചെയ്യുമെന്നുള്ളതാണ് ഈ വിഷയത്തിലെ എൻ്റെ ടേക്ക്. ഇവിടെ എനിക്ക് അവരോട് പറയാനുള്ളത്, ദയവ് ചെയ്ത് അയ്യപ്പനെ നിങ്ങൾ രാഷ്ട്രീയ മത്സരങ്ങളുടെ കരുവാക്കരുത്. CPIM അങ്ങനെ ചെയ്തു, BJP അങ്ങനെ ചെയ്തു, സംഘപരിവാർ അങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയല്ലേ? അത് കോൺഗ്രസ് മറുപടി പറയേണ്ട കാര്യമാണ്. ഇവിടെ അണ്ണാമലൈ പറഞ്ഞ കാര്യം, ദൈവമേ ഇല്ലെന്ന് പറയുന്നവർ ഭഗവത്ഗീതയെ പറ്റി ക്ലാസ് എടുക്കുന്നു. അത് പിണറായി വിജയൻ ആ ഒരു ശ്ലോകം കോട്ട് ചെയ്തത് കൊണ്ടാണ് ആ ഒരു പരാമർശത്തിലേക്ക് അണ്ണാമലൈ പോയത് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം പിണറായി വിജയൻ ഭഗവത്ഗീതയിലെ അധ്യായം കോട്ട് ചെയ്തത് അത് വലിയ രീതിയിൽ ദേശീയ തലത്തിൽ തന്നെ ചർച്ചയായ ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് അതിലേക്ക് ആ റെഫറൻസിലേക്ക് പോയത്. ഇവിടെ തിരിച്ച് മറുപടി പറഞ്ഞതിനകത്തെ കാമം മാത്രം താങ്കൾ എടുത്തു പറഞ്ഞതുകൊണ്ട് ഞാൻ അതിലേക്കൊന്ന് വിശദമായി പോകാമെന്ന് കരുതുകയാണ്. കാരണം ജനങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകാൻ പാടില്ലല്ലോ. ഇവിടെ പറഞ്ഞ ഭാഗം ഏതാണ്? അധ്യായം 16 പറയുന്നത് ദിവ്യവും ആസുരവുമായ ഭാവങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അത് ഏത് മനുഷ്യനിലുമുണ്ട്. എന്നിലും നിങ്ങളിലും എല്ലാവരിലുമുള്ള ആസുരവും ദിവ്യവുമായ ഭാവങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അത് സ്വഭാവങ്ങളുടെ ഭാഗമാണ്. അതിൽ പറയുന്ന ശ്ലോകം 18 അതിലെ ഒരു ഭാഗമാണ് ഇന്ന് അണ്ണാമലൈ പറഞ്ഞത്. അതിലെ കാമം മാത്രം എടുത്ത് പറയുമ്പോൾ അതിന് മുൻപുള്ള വാക്കുകൾ കൂടി നോക്കണം. എന്താണ് ആ ശ്ലോകത്തിൽ പറയുന്നത് എന്നുള്ളത്? അഹങ്കാരം ബാലം ദർപ്പം കാമം ക്രോധം ച സംസ്ഥിത മാ ആത്മപര ദേഹേഷു പ്രദ്യുസന്തോഭ്യ സൂയക. അങ്ങനെയാണ് ആ 4 വരികൾ. ആ ശ്ലോകത്തിന്റെ 18ാമത്തെ ശ്ലോകം എന്ന് പറയുന്നത് ആ 4 വരികളാണ്. അതിലെ കാമം മാത്രം എടുത്ത് പിണറായി വിജയനെ അങ്ങനെ പറഞ്ഞു എന്ന് പറയുന്നതിൽ ശരിയല്ല. അവിടെ ഉദ്ദേശിച്ചത് എന്താണ്? അദ്ദേഹത്തിലെ ഭാവത്തെക്കുറിച്ചാണ്. ഈ ഭാവങ്ങളെല്ലാം ഒരു അസുരനിൽ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ്. ദൈവത്തിന്റെ പരമാധികാരത്തിന് എപ്പോഴും എതിരായ ഒരു ആസുര വ്യക്തിക്ക് വേദങ്ങളിൽ വിശ്വസിക്കാൻ ഇഷ്ടമല്ല. അത് അയാൾക്ക് വേദങ്ങളോടും പരമദിവ്യോത്തമ പുരുഷന്റെ അസ്തിത്വത്തോടും അസൂയ തോന്നുന്നു. ഇത് സംഭവിക്കുന്നത് അയാളുടെ പ്രശസ്തിയും സമ്പത്തും ശക്തിയും മൂലമാണ്. ഇപ്പോഴത്തെ ജീവിതം അടുത്ത ജീവിതത്തിലേക്കുള്ള ഒരുക്കമാണെന്ന് അവൻ അറിയില്ല. ഇതറിയാതെ അയാൾക്ക് തന്നോടും മറ്റുള്ളവരോടും അസൂയ തോന്നുന്നു. അവൻ മറ്റു ശരീരങ്ങളിലും സ്വന്തം ശരീരത്തിലും അക്രമം ചെയ്യുന്നു. അങ്ങനെയാണ് ആ ശ്ലോകത്തിലെ 4 വരികളുടെയും പൂർണ്ണാർത്ഥം എന്ന് പറയുന്നത്. അതിലുടനെ കാമം എന്ന് പറയുന്ന ഒരു വാക്കിനെ എടുത്തുകൊണ്ട് താല്പര്യമുള്ളതായിരിക്കും ഓരോരുത്തരും വിശദീകരിക്കുക. അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. ശരി, അപ്പോൾ താല്പര്യമുള്ള കാര്യങ്ങളിലേക്കായിരിക്കുമല്ലോ ആളുകൾ കൂടുതലായി ഇങ്ങനെ വിശദീകരിച്ചു പോവുക. പക്ഷേ ഇവിടെ പറയുന്നത് അസൂയയെക്കുറിച്ചാണ്. അതുപോലെ തന്നെ ഓരോരുത്തരുടെയും ആസുരഭാവത്തെക്കുറിച്ചാണ്. അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു ശ്ലോകം ഉദ്ധരിച്ചപ്പോൾ അതിന് മറ്റൊരു ശ്ലോകം ഉദ്ധരിച്ചുകൊണ്ട് കെ അണ്ണാമലയും രാഷ്ട്രീയക്കാരനാണ്. BJP-യുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു തമിഴ്നാട്ടിൽ. പിണറായി വിജയൻ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു കേരളത്തിൽ. മുഖ്യമന്ത്രി ആകുന്നതിന് മുൻപ് രണ്ടുപേരും രാഷ്ട്രീയ വ്യക്തികളാണ്. അതുപോലെ തന്നെ മാറി നിൽക്കുന്ന കോൺഗ്രസിനും ഇതേ രാഷ്ട്രീയമുണ്ട്. കോൺഗ്രസും മൈക്ക് കെട്ടി പലതും പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടെ ഒരു ശ്ലോകത്തിലൂടെ പിണറായി പറഞ്ഞതിന് ഒരു മറുപടി കൊടുക്കുകയാണ് ചെയ്തത്. അത് മുഖ്യമന്ത്രി ഇങ്ങനെയാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചതായിട്ട് ഞാൻ കരുതുന്നില്ല. മുഖ്യമന്ത്രി അങ്ങനത്തെ ഒരാളാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറയുന്ന ദുർവ്യാഖ്യാനമാണ്. അങ്ങനെയാണ് എന്ന് ഞാൻ കരുതുന്നില്ല. അണ്ണാമലൈ പറഞ്ഞ മറ്റു വാചകങ്ങളെ കുറിച്ചൊന്നും താങ്കളുടെ ശ്രദ്ധ പോയില്ലല്ലോ. അതുകൂടി പറയാം ഞാൻ. സുപ്രീം കോടതിയിലെ സത്യവാങ്മൂലം തിരുത്താൻ സർക്കാർ തയ്യാറാണോ എന്ന ചോദ്യം അത് പരസ്യമായി തന്നെ ഉന്നയിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന ചോദ്യമാണ്. അത് ഈ പറയുന്ന NSS ചോദിച്ചിട്ടുള്ള കാര്യമാണ്. സുപ്രീം കോടതി, ഞാൻ അണ്ണാമലയുടെ കാര്യമാണ് പറയുന്നത്. അത് പരസ്യമായി ചോദിച്ചുകൊണ്ടിരിക്കുന്നതിൽ സുപ്രീം കോടതിയിലെ സത്യവാങ്മൂലം തിരുത്തുമോ? അതായത് നേരത്തെ സംസ്ഥാന സർക്കാർ കൊടുത്ത സത്യവാങ്മൂലം, അതിപ്പോൾ ആ സത്യവാങ്മൂലം ഒക്കെ കഴിഞ്ഞ് വിശാല ഭരണഘടനാ ബെഞ്ചിന്റെ പരിധിയിലേക്ക് കേസ് പോയി കിടക്കുകയാണ്. അപ്പോൾ ഈ സത്യവാങ്മൂലം തിരുത്തുമോ എന്നുള്ള ചോദ്യം ഇതേ കോൺഗ്രസും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാ പറഞ്ഞ ഇല്ലാത്തൊരു കാര്യത്തെ കുറിച്ച് അണ്ണാമലൈ മാത്രമല്ല പറയുന്നത്, കോൺഗ്രസും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കോൺഗ്രസിലേക്കാണ് വന്നത്. ശരി, അല്ല പറയട്ടെ, കോൺഗ്രസിനെ കുറിച്ച് കൂടി നമ്മൾ പറഞ്ഞു പോകണമല്ലോ. അല്ലാതെ മാറി നിന്ന് മതിലും ചാരി അങ്ങനെ നിന്നാ പോരല്ലോ. അപ്പോൾ ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ സ്വർണ്ണപ്പാളിയാണ്. സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട വിഷയവും ഇന്നത്തെ സംഗമത്തിൽ, ആ സംഗമവേളയിൽ ഭക്തരെ ഇരുത്തിക്കൊണ്ട് അവിടെ ചോദിച്ചിട്ടുണ്ട്. ദ്വാരപാലകരെ സംരക്ഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെ അയ്യപ്പനെ സംരക്ഷിക്കാൻ കഴിയും എന്ന ചോദ്യവും അവിടെ ഉന്നയിക്കുകയാണ്. അതോടൊപ്പം നേരത്തെ സംഗമത്തിൽ പങ്കെടുത്തല്ലോ, ഇവിടെ വന്നില്ലല്ലോ എന്ന് പറഞ്ഞത് NSS-നെ കുറിച്ചും SNDP-യെ കുറിച്ചുമാണ്. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് നായർ സർവീസ് സൊസൈറ്റിയുടെ കരയോഗങ്ങളിൽപ്പെട്ട പന്തളം ഭാഗത്ത് തന്നെയുള്ള ആളുകൾ അതിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇല്ല എങ്കിൽ താങ്കൾക്ക് ക്രോസ് ചെക്ക് ചെയ്യാം. അവിടെ തന്നെയുള്ള യൂണിയനിൽപ്പെട്ട ആളുകൾ ആ യോഗത്തിൽ ഉണ്ടായിരുന്നു. അതിന്റെ മുൻനിരയിൽ തന്നെ പലരെയും എനിക്ക് നേരിട്ടറിയാവുന്ന ആളുകളെയൊക്കെ ഞാൻ നേരിട്ടും കണ്ടിട്ടുണ്ട്. മാത്രമല്ല അവിടെയുള്ള ആളുകൾ ആരൊക്കെയാണ് പങ്കെടുത്തത് എന്നുള്ളത് ആ ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ്. അപ്പോൾ അവിടെ സംഗീത് കുമാർ പങ്കെടുത്തില്ല എന്ന് കരുതി അവിടെ NSS-ന് പ്രതിനിധിയില്ല, NSS കരയോഗങ്ങളിൽ നിന്ന് ആരും പങ്കെടുത്തില്ല എന്ന അർത്ഥമില്ല. NSS കരയോഗങ്ങളിൽ നിന്നുള്ള ആളുകൾ
ആളുകൾ അവിടെ വന്നിട്ടുണ്ട്. SNDP ശാഖകളിൽ നിന്നുള്ള ആളുകളും ആ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ ഇല്ല എന്ന് കരുതി SNDP ഇല്ല എന്നല്ല എന്നതുകൂടി മനസ്സിലാക്കി പോകണം. ഇനി പന്തളം കൊട്ടാരം പ്രതിനിധിയെ വിളിച്ചിട്ടും വന്നിരുന്നില്ലല്ലോ, അത് മരണാനന്തര ചടങ്ങുകളുമായി ബന്ധപ്പെട്ടൊക്കെയാണ് മാറി നിൽക്കുന്നതെന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ പന്തളത്തെ പരിപാടിയിൽ PN നാരായണവർമ്മ പന്തളം കൊട്ടാരത്തിന് പ്രതിനിധി ഉണ്ടായിരുന്നു. അദ്ദേഹം വന്നിട്ട് പറഞ്ഞത് എന്താണ്? ദൈവം ഉള്ളിടത്താണ് ഭക്തരെത്തുന്നത്, അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ടല്ലോ, ഇവിടെ തിങ്ങി നിറഞ്ഞ ഭക്തരെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞത് പന്തളം കൊട്ടാരത്തിന്റെ പ്രതിനിധിയാണ്. 1 ലക്ഷം സ്വാമിമാരെ പങ്കെടുപ്പിച്ചുകൊണ്ട്, അയ്യപ്പനെ വിശ്വസിച്ചുകൊണ്ട് അവിടേക്ക് ശബരിമലയിലേക്ക് വരുന്ന സ്വാമിമാരെ 1 ലക്ഷം സ്വാമിമാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് മണ്ഡല മകരവിളക്ക് കാലത്ത് അടുത്ത സംഗമവും നടത്തുന്നുണ്ട്. ഇവിടെ മറ്റൊരു കാഴ്ച കൂടി നമ്മൾ കണ്ടല്ലോ, ബിന്ദു അമ്മിണിയൊന്നും ഇങ്ങോട്ട് വരണ്ട, അത്തരക്കാർക്കുള്ളതല്ല ഈ പരിപാടി എന്നാണ് ദേവസ്വം മന്ത്രി VN വാസവൻ പറഞ്ഞത്. എന്നാൽ ആഗോള അയ്യപ്പ സംഗമത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ സ്ത്രീകളുടെയും പങ്കാളിത്തം നമ്മൾ ഈ പരിപാടിയിൽ വളരെ വ്യക്തമായി തന്നെ ആ സദസ്സിലുടനീളം കണ്ടതാണ്. അപ്പോൾ സാമുദായിക സംഘടനകളുടെ ഭാരവാഹികൾ വന്നോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് അതിന്റെ ഒരു കണക്ക് കൂടി എന്തായാലും ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. 150-ലധികം സാമുദായിക സംഘടനകൾ, ചെറുതും വലുതുമായ സംഘടനകളുടെ ഭാരവാഹികൾ ഇതിലുണ്ടായിരുന്നു. കേവലം NSSന്റെ പ്രതിനിധി എത്തിയില്ല എന്നതുകൊണ്ട്, അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ എത്തിയില്ല എന്നതുകൊണ്ട് സാമുദായിക സംഘടനകളുടെ പ്രതിനിധികൾ എത്തിയില്ല എന്നതിന് അർത്ഥമില്ല. ഇനി സന്യാസി ശ്രേഷ്ഠർ 2-3 സന്യാസിമാരല്ല, 60-ലധികം സന്യാസി ശ്രേഷ്ഠർ അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഹൈന്ദവ സംഘടനകളുടെ, അതോടൊപ്പം അയ്യപ്പനുമായി ബന്ധപ്പെട്ട, ശബരിമലയുമായി ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ സേവന പ്രവൃത്തികൾ നടത്തുന്നത്, അവിടുത്തെ ശുചീകരണ പ്രവർത്തനങ്ങളിൽ എല്ലാത്തിലും വളരെ ആക്റ്റീവായി നിൽക്കുന്ന, വിവിധയിടങ്ങളിൽ ഈ മണ്ഡല മകരവിളക്ക് സീസണിൽ ഏറ്റവും കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പാടാക്കി കൊടുക്കുന്ന ശബരിമല അയ്യപ്പ സേവാ സമാജമാണ്. അതിന്റെ പ്രതിനിധികൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ രാജപ്രതിനിധി ഉണ്ടായിരുന്നു. പേട്ട സംഘങ്ങളുടെ, പേട്ട തുള്ളുന്ന അമ്പലപ്പുഴ ആലങ്ങാട് സംഘങ്ങളുടെ പെരിയോന്മാരുണ്ടായിരുന്നു. തിരുവാഭരണ സംഘമുണ്ടായിരുന്നു ഈ സംഗമത്തിൽ. മലയേറിയ സമാജത്തിന്റെ പ്രതിനിധികൾ ഉണ്ടായിരുന്നു. ഇവരെയൊന്നും നമ്മൾ ആഗോള അയ്യപ്പ സംഗമത്തിൽ കണ്ടിട്ടില്ല. ഇവിടെ ഉണ്ടായിരുന്നു, ഈ സംഗമത്തിൽ ഇവിടെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അവിടെ സെമിനാർ നടന്നില്ല എന്നതാണ് താങ്കളുടെ പ്രശ്നമെങ്കിൽ, വിശ്വാസം, വികസനം, സുരക്ഷ ഈ വിഷയത്തിൽ അവിടെ സെമിനാറും നടന്നിരുന്നു. അതായിരുന്നു രാവിലത്തെ ആദ്യ പകുതി. അത് താങ്കൾ കാണാതെ പോയതായിരിക്കാം. എന്തായാലും അതിനുശേഷമാണ് ഭക്തജന സംഗമം അണ്ണാമലയൊക്കെ വന്ന് ഉദ്ഘാടനം ചെയ്തത്, തേജസ്വി സൂര്യ അടക്കം പങ്കെടുത്തത്. ഇനി ചെലവ് കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. 7 കോടിയൊന്നും എടുക്കാനില്ല പാവപ്പെട്ട അയ്യപ്പന്മാരുടെ കയ്യിൽ, പാവപ്പെട്ട ഭക്തരുടെ കയ്യിൽ. അതുകൊണ്ട് 10 ലക്ഷത്തിൽ രൂപ മാത്രം ചെലവിട്ടുകൊണ്ടാണ് പന്തളത്തെ താങ്കൾ പറഞ്ഞ സോക്കോൾഡ് കോർണർ മീറ്റിംഗ്, അത് പാവപ്പെട്ട വിശ്വാസികളുടേതാണ്, അത് അവരവിടെ നടത്തിക്കോട്ടെ. അതവിടെ നടന്നത് 10 ലക്ഷം രൂപയിൽ താഴെ മാത്രം ചെലവിട്ടുകൊണ്ടാണ്. അപ്പോൾ ഇതൊരു തീവ്ര സംഗമമല്ല, ഇതൊരു വിശ്വാസി സംഗമമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഈ ശബരിമല 7 കോടി കൊടുത്തത് ഭക്തരല്ലേ? അവർ ഭക്തരല്ല എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അല്ല, പാവപ്പെട്ട ഭക്തരാണ് സംഘടിപ്പിച്ചതെന്ന് പറഞ്ഞത്. അത് പണക്കാരായ ഭക്തരെന്നാണ്. അത് ദേവസ്വം ബോർഡാണല്ലോ സംഘടിപ്പിച്ചത്. അല്ല, പണം കൊടുത്തത് ദേവസ്വം ബോർഡല്ല, ദേവസ്വം ബോർഡാണല്ലോ സംഘടിപ്പിച്ചത്. സ്പോൺസർമാരിൽ നിന്നാണല്ലോ. ഭക്തരല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. തീവ്രത ഞാൻ അളക്കുന്നില്ല എന്ന് പറഞ്ഞാൽ താങ്കൾ തന്നെയാണ് ഇപ്പോൾ അളന്നത്. പാവപ്പെട്ട ഭക്തർ, പണക്കാരെന്ന് അല്ലല്ല, ഭക്തരിൽ പാവപ്പെട്ട മനുഷ്യർ അവിടെ വന്നു. ഈ സംഗമം കാണുമ്പോൾ നമ്മുടെ ചരിത്രത്തിലുള്ള 1-2 സംഗമങ്ങൾ ഓർമ്മിക്കാതെ പോകാൻ കഴിയില്ല. അതിലൊന്ന്, ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം 1949 ഡിസംബർ മാസം 11-ാം തീയതി രാംലീല മൈതാനിയിൽ സർക്കാർ പത്രി മഹാരാജിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഒരു വലിയ സംഗമമാണ്. സ്ത്രീകളടക്കമുള്ളവരാണ്. ഇന്നത്തെ അണ്ണാമലയെ പോലെയുള്ള ഒരു കക്ഷിയായിരുന്നു, ഇന്ന് വന്ന ശാന്താനന്ദ സ്വാമികളെ പോലെയുള്ള ഒരു കക്ഷിയായിരുന്നു ഈ കർപ്പാത്രി മഹാരാജ്. എന്തിനായിരുന്നു അവർ സംഘടിപ്പിച്ചതെന്നറിയാമോ? അന്ന് ജവഹർലാൽ നെഹ്റുവും ഡോക്ടർ BR അംബേദ്കറും അവതരിപ്പിച്ച ഹിന്ദു കോഡ് ബില്ലിനെതിരായിട്ടുള്ള വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധമായിരുന്നു അത്. അന്നത്തെ സനാതനികൾ നടത്തിയ വലിയ പ്രതിഷേധം, സ്ത്രീകളടക്കമുള്ളവർ ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഹിന്ദു കോഡ് ബില്ലിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ അണിചേർന്നത്. ഓൾ ഇന്ത്യ ആൻറ്റി ഹിന്ദു കോഡ് ബിൽ മൂവ്മെൻറ്റ് എന്ന പേരിൽ ഒരു വലിയ മൂവ്മെൻറ്റ് അവർ തുടങ്ങിയിരുന്നു. ഏകദേശം നമ്മുടെ ശബരിമല കർമ്മസമിതിയുടെ സ്വഭാവത്തിൽ വരും. സ്ത്രീകൾ റെഡി ടു വെയിറ്റ് എന്ന് പറയുന്നത് പോലെ, ഞങ്ങൾക്ക് ഈ പരിഷ്കരണമൊന്നും വേണ്ട, ഞങ്ങൾക്ക് സംബന്ധമാകാം, ഞങ്ങൾക്ക് ബഹുഭർത്തൃത്വത്തിലൊന്നും ഞങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളില്ല, ഹിന്ദു സമുദായത്തിലെ എല്ലാവിധമായ പ്രശ്നങ്ങളും അത് ഞങ്ങൾ സഹിച്ചുകൊള്ളാം എന്നു പറഞ്ഞുകൊണ്ടുള്ള ഒരു വലിയ മൂവ്മെൻ്റ് ആയിരുന്നു അത്. അന്നതിന് നേതൃത്വം കൊടുത്ത ഈ കർപ്പാത്രി മഹാരാജ് അന്ന് പറഞ്ഞൊരു വാചകമുണ്ട്: ഈ തൊട്ടുകൂടാത്തവന് ബ്രാഹ്മണന്റെ ഈ വിഷയത്തിൽ തൊടാൻ എന്തവകാശം എന്നാണ് ചോദിച്ചത്. ലക്ഷ്യം വെച്ചത് ആരെയാണ്? അന്നത്തെ നിയമമന്ത്രിയായിരുന്ന സാക്ഷാൽ BR അംബേദ്കറിനെ. ഇന്ന് പന്തളത്ത് മുഴങ്ങിക്കേട്ടതും അങ്ങനെയുള്ള കാര്യമല്ലേ? നിരീശ്വരവാദിയായ ഒരു മനുഷ്യന്, ദൈവത്തിൽ വിശ്വസിക്കാത്ത മനുഷ്യന് ശബരിമലയിൽ എന്ത് കാര്യം എന്ന് ചോദിച്ചുകൊണ്ടാണ് ഇന്നത്തെ സംഗമം നടക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. 1949 കർപ്പാത്രി മഹാരാജിനെ നമുക്ക് തിരുത്താൻ പറ്റി. അന്ന് രാംലീല മൈതാനത്ത് തടിച്ചുകൂടിയ ആൾക്കൂട്ടത്തെയും പിന്നീട് നമുക്ക് തിരുത്താൻ പറ്റി. ഹിന്ദു കോഡ് ബില്ല് നെഹ്റുവിൻ്റെ കാലത്ത്, പിന്നീട് അംബേദ്കർ പോയതിനു ശേഷം നടപ്പാക്കാൻ സാധിച്ചു. പക്ഷേ ഇപ്പോഴും 1949 രാംലീല മൈതാനത്ത് തിങ്ങിക്കൂടിയ അതേ യാഥാസ്ഥിതികരായ മനുഷ്യരുടെ മനസ്സുമായിട്ടാണ് ഇന്ന് പന്തളത്ത്
കുറേയധികം മനുഷ്യർ ഒരുമിച്ച് കൂടിയത്. അതുകൊണ്ട് ഈ സംഗമവും അന്ന് 1949 സംഗമവും തമ്മിൽ ഏകദേശം സ്വഭാവത്തിൽ സമാനതകളുണ്ട്. മറ്റൊന്ന് നമ്മൾ കാണുന്നത് അതിന് തൊട്ടു മുമ്പാണ് കേട്ടോ. വൈക്കം സത്യാഗ്രഹം നടക്കുന്ന സമയത്ത് ഇണ്ടന്തുരുത്തി മനയിൽ പോയി ഇരിക്കുന്ന ഒരാൾക്കൂട്ടമുണ്ട്. ആ ആൾക്കൂട്ടം ഗാന്ധിയുമായിട്ടാണ് സംസാരിക്കുന്നത്. അന്ന് ഗാന്ധി വഴി നടക്കാനുള്ള അനുവാദം ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് സനാതനികൾക്ക് അത് കൊടുക്കാൻ കഴിയില്ല എന്ന് പറയുന്ന ആ ആശയവുമായിട്ട് മുന്നോട്ട് പോയി. വലിയ പ്രക്ഷോഭമാണ് നമ്മൾ കണ്ടത്. 600 ദിവസത്തിലധികമാണ് വൈക്കം സത്യാഗ്രഹം നീണ്ടു നിന്നതെന്ന് ഓർമ്മിക്കണം. 1924-25 കാലം. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഒരു കാര്യമുണ്ട്, ഗുരുവായൂർ സത്യാഗ്രഹം. ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുന്ന സമയത്ത് 1930-കളിൽ ആ വഴികളിലൂടെ വലിയൊരു സനാതനികളുടെ യാഥാസ്ഥിതികവാദികളായ ഒരു വിഭാഗം ആളുകൾ ഇന്ന് സംഘടിച്ചെത്തിയവരുടെ അതേ സ്വഭാവത്തിൽ വന്നു. അവരെന്തിനാ വന്നതെന്നറിയാമോ? അവർ വന്നത് പി കൃഷ്ണപിള്ളയുടെ തലയടിച്ചു പൊട്ടിക്കാനാണ്. കാരണം അവിടെ ഗുരുവായൂർ സത്യാഗ്രഹം നടത്തിക്കൊണ്ടിരുന്ന മനുഷ്യരെ മുഴുവൻ അടച്ചാക്ഷേപിച്ചുകൊണ്ട് നടത്തിയ ആക്രമണമായിരുന്നു അവരുടെ ലക്ഷ്യം. അത് ഗുരുവായൂർ സത്യാഗ്രഹത്തിലാണെങ്കിലും വൈക്കം സത്യാഗ്രഹത്തിലാണെങ്കിലും നമ്മുടെ ഹിന്ദു കോഡ് ബില്ലിനെതിരായ മൂവ്മെൻറ്റിലാണെങ്കിലും നമ്മൾ കാണുന്നുണ്ട്. ഇന്ന് അതേ സ്വഭാവമുള്ളവരാണ് ഈ പറയുന്ന ശബരിമലയിൽ യുവതീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ ആ സമരങ്ങളിൽ പങ്കെടുത്തതിലെ ഒരു വിഭാഗമാണ് ഇന്നും പന്തളത്ത് തടിച്ചുകൂടിയിരിക്കുന്നത്. അപ്പോൾ ഈ സമാന സ്വഭാവമുണ്ട് ഇവർക്കെല്ലാം എന്നുള്ളതാണ് എന്നെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നൊരു ഘടകം. 2025 നിൽക്കുമ്പോഴും അവിടെ എത്തി നിൽക്കുന്ന ആളുകളെ കുറിച്ചാണ്. പക്ഷെ അവിടെ എത്തിയവരെ കുറിച്ച് നോക്കുമ്പോൾ കുറച്ച് പ്രായമേറിയ മനുഷ്യരാണ് അധികവും നിൽക്കുന്നത്. ജെൻസി തലമുറയിൽപ്പെട്ടവരൊന്നും അധികം അവിടെ കാണുന്നില്ല. യുവതലമുറയിൽപ്പെട്ടവർ വളരെ കുറവാണെന്ന് തോന്നുന്നു. എന്നാലും ഒരു വലിയ ജനക്കൂട്ടത്തെ അവിടെ കൊണ്ടുവരാൻ സാധിച്ചു. BJP ഭരിക്കുന്ന മുനിസിപ്പാലിറ്റിയിൽ BJPയുടെ ശക്തി കേന്ദ്രമായ പന്തളത്ത് 5000 പേരെ 6000 പേരെ കൊണ്ടുവരാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായി ഞാൻ മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ തടിച്ചുകൂടിയ ആൾക്കൂട്ടം ആ തീവ്ര സംഗമത്തിൻ്റെ വിജയമായി കണക്കാക്കാനാവില്ല. എന്നാൽ അവിടെ നടത്തിയ പ്രസംഗമോ അതേതെങ്കിലും തരത്തിൽ അയ്യപ്പ ഭക്തർക്ക് സന്തോഷം നൽകുന്ന ഒന്നാണോ? അല്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ആ പ്രസംഗത്തിന് മുമ്പ് ശബരിമലയിൽ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞ ഭഗവത്ഗീതയിലെ 12-ാമത്തെ അധ്യായത്തിൽ ഭക്തിയോഗത്തിലെ 13-14 ശ്ലോകങ്ങളിലെ ഒരു ഭാഗമുണ്ടല്ലോ. സകല ജീവജാലങ്ങളോടും ദേഷ്യമില്ലാത്തവനും മൈത്രിയും കരുണയുള്ളവനും അഹങ്കാരരഹിതനും സുഖദുഃഖങ്ങളെ ഒരുപോലെ കണക്കാക്കുന്നവനും ക്ഷമയുള്ളവനും സന്തുഷ്ടനും യോഗനിഷ്ഠയും ആത്മസംയമനും ദൃഢനിശ്ചയവും മനസ്സും ബുദ്ധിയും എന്നിൽ അർപ്പിച്ചവനുമായ ആരോ അവനാണ് ഭക്തൻ. ഇന്നവിടെ എത്തിയ ഒരു ഭക്തൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ വായിക്കാം. പ്രേക്ഷകർ ആദ്യം മനസ്സിൽ കരുതേണ്ടത് സകല ജീവജാലങ്ങളോടും ദേഷ്യമില്ലാത്തവനും മൈത്രിയും കരുണയുള്ളവരുമാണ് ഭക്തൻ എന്ന് പറയുന്നത് ഭഗവത്ഗീതയാണ്. ആ ഭഗവത്ഗീതയിലെ ഭക്തനാണോ ഇന്ന് അവിടെ പ്രസംഗിച്ച ഒരു ഭക്തൻ എന്നുള്ളത് നമുക്ക് നോക്കാം. ആ ഭക്തൻ്റെ വാചകം ഞാൻ പൂർണ്ണമായിട്ടും വായിക്കാം. വാചകം ഇങ്ങനെയാണ്: വാവർ തീവ്രവാദിയാണ്, മുസ്ലിം ആക്രമണകാരിയാണ്, അയ്യപ്പനെ ആക്രമിച്ച് തോൽപ്പിക്കാനെത്തിയ ആളാണ്, വാവർ ചരിത്രം തെറ്റ്, വാപുരൻ അഥവാ ശിവൻ്റെ ഭൂതം എന്നതാണ് ശരി. ഭക്തർക്ക് വാപുരസ്വാമിയുടെ നടയിൽ തേങ്ങയിടിച്ച് അയ്യപ്പനെ ദർശിക്കാനുള്ള അവസരമുണ്ടാക്കണം. വാവരെ ശബരിമലയിൽ നിന്ന് മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ എത്തിയിരിക്കുന്ന ഒരു ഭക്തൻ എന്ന് നമ്മൾ കരുതുന്ന ഒരു സ്വാമി പ്രസ്താവന നടത്തിയിരിക്കുന്നത്. അത് പ്രിയപ്പെട്ട പ്രേക്ഷകർ അംഗീകരിക്കുന്നുണ്ടോ? വാവരില്ലെങ്കിൽ ശബരിമല അപൂർണമല്ലേ? ആ വാവരെ മാറ്റണമെന്ന് പറഞ്ഞ് നടത്തിയ സംഗമത്തിന് നിങ്ങൾ എന്തു പേരായിടുക? അത് അയ്യപ്പ ഭക്ത സംഗമമാണോ? അയ്യപ്പൻ്റെ സുഹൃത്തിനെ അവിടെ നിന്ന് മാറ്റണമെന്ന് പറയുമ്പോൾ അത് അയ്യപ്പ സംഗമമാണോ? എന്താണ് അവിടെ യഥാർത്ഥത്തിൽ നടന്നത് എന്നത് പ്രേക്ഷകർ തീരുമാനിക്കുക. വീണ്ടും ഒരിക്കൽ കൂടി മുഖ്യമന്ത്രി പറഞ്ഞത് സകല ജീവജാലങ്ങളോടും ദേഷ്യമില്ലാത്തവനും മൈത്രിയും കരുണയുള്ളവനും അഹങ്കാരരഹിതനുമായിരിക്കണം ഭക്തനെന്നാണല്ലോ. ഇനി മറ്റൊരു ഭക്തൻ അവിടെ വന്ന് പ്രസംഗം നടത്തിയ ഒരു ഭക്തൻ്റെ ഒരു വാചകം കൂടി ഞാൻ പ്രേക്ഷകരെ വായിച്ചു കേൾപ്പിക്കാം. ആ ഭക്തൻ്റെ പേര് അയ്യപ്പദാസ് സ്വാമി എന്നാണ്. സ്വന്തം ജീവൻ വലിച്ചെറിഞ്ഞ് നമ്മളിൽ ഒരു കൂട്ടം ആളുകൾ നടത്തിയ ധീര പ്രവൃത്തിയാണ് രാമക്ഷേത്രം. ഇന്നും രാഷ്ട്രീയ നീതിയുടെ ഏത് അളവുകോൽ വെച്ച് നോക്കിയാലും വലിയ അനീതിയായി തന്നെ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന അയോധ്യ ബാബറി മസ്ജിദ് വിധിയുണ്ടല്ലോ, ആ വിധിയെ തുടർന്ന് പറയുന്ന വാചകം നോക്കൂ: അതുപോലെ ഒരു തീരുമാനം നമ്മളും കൈക്കൊള്ളണം. എന്താ ഉദ്ദേശിക്കുന്നത്? ഇനിയുള്ള മാസങ്ങൾ അതിനായി ഉള്ളതാണ്. കയ്യിലുള്ള ആയുധം കൃത്യമായി ഉപയോഗിക്കണം. ആയുധം കൃത്യമായി ഉപയോഗിക്കുക. ഇതെന്താ സംഭവം? ഇത് നടക്കുന്നത് ഭക്തസംഗമമാണോ അതോ മറ്റേതെങ്കിലും സംഗമമാണോ? ആയുധം കൃത്യമായി ഉപയോഗിക്കണം. എന്ത് ആയുധത്തെക്കുറിച്ചാണ് പറയുന്നത്? ഭക്തി എങ്ങനെയാണ് ഒരു ആയുധമായി മാറുന്നത്? ഏതെങ്കിലും തരത്തിലുള്ള അയ്യപ്പസ്വാമിയോടുള്ള ഇഷ്ടം എങ്ങനെയാണ്? അതും അയ്യപ്പസ്വാമിയുടെ പ്രത്യേകത എന്താ? അയ്യപ്പസ്വാമി എന്താ പറയുന്നത്? അയ്യപ്പസ്വാമി നൈഷ്ഠിക ബ്രഹ്മചാരി മാത്രമല്ലല്ലോ. അയ്യപ്പസ്വാമി പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നത് അഹിംസയിലല്ലേ? ജീവജാലങ്ങളെ, ഒരു ജീവജാലത്തെ പോലും ഉപദ്രവിക്കാതെ പോകുന്ന ആളെ ഒരു സ്വാമിയല്ലേ? ആ അയ്യപ്പസ്വാമിയുടെ പേരിൽ നടത്തപ്പെടുന്ന സംഗമത്തിൽ വന്ന് ഒരു സ്വാമി പറയുകയാണ് ഒരായുധം നമ്മുടെ കയ്യിലുണ്ടല്ലോ, അത് ഉപയോഗിക്കണം എന്നുള്ളതാണ് പറയുന്നത്. മറ്റൊരാൾ പറയുകയാണ് കാമത്തെക്കുറിച്ചും ആർത്തിയെക്കുറിച്ചും
സംസാരിക്കുകയാണ്, മറ്റൊരു ക്രോധത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്, മറ്റൊരു ഭക്തനായി അറിയപ്പെടുന്ന മറ്റൊരു രാഷ്ട്രീയ നേതാവ്. അപ്പോൾ ആ അർത്ഥത്തിൽ തീവ്ര സംഗമമായി മാറിയ ഒരു സംഗമത്തിലാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. ശബരിമലയിലെ അയ്യപ്പ സംഗമത്തോട് ബദൽ സംഗമം എന്ന നിലയിൽ സംഘടിപ്പിച്ച BJPയുടെ സംഘപരിവാറിൻ്റെ ഒരു രാഷ്ട്രീയ യോഗമാണ് അവിടെ നടന്നത്. ആ യോഗത്തിനാവട്ടെ ചരിത്രത്തിലേറെ സമാനതകളുണ്ട്. അതുകൊണ്ട് അതൊന്നും അയ്യപ്പസ്വാമിയുടെ ഏതെങ്കിലും തരത്തിലുള്ള ഭക്തർക്ക് ഗുണകരമായി മാറും എന്ന് ഞാൻ കരുതുന്നില്ല. അതിനുശേഷം 3 വിഷയങ്ങളിലായിട്ട് നടന്ന സെമിനാറിൻ്റെ ഭാഗമൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഇതൊക്കെ എന്ത് ചെയ്യാനാണ്? ഇത് സർക്കാരല്ലേ കൊടുക്കേണ്ടത്. ഇതേ വിഷയങ്ങൾ വളരെ ആധികാരികമായിട്ടാണ് മാസ്റ്റർ പ്ലാനിൽ അവർ ചർച്ച ചെയ്തതെന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് ശബരിമലയിലെ അയ്യപ്പ സംഗമത്തിന് ബദലായി സംഘടിപ്പിച്ച തീവ്ര സംഗമം, ആ തീവ്ര സംഗമത്തിൽ വന്ന ആ തീവ്ര സംഗമത്തിൻ്റെ സംഘാടനത്തിൻ്റെ സവിശേഷത കൊണ്ടും തീവ്ര സംഗമത്തിലെ പങ്കാളിത്തം കൊണ്ടും തീവ്ര സംഗമത്തിലെ പ്രസംഗം കൊണ്ടും അതിൻ്റെ ലക്ഷ്യത്തെ തന്നെ പരാജയപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് എൻ്റെ പക്ഷം. തീവ്ര സംഗമമോ എന്ന ചോദ്യത്തിന് 3 പേരുടെ അഭിപ്രായം യെസ് എന്നാണ്, ഒരാളുടെ അഭിപ്രായം നോ എന്നാണ്. Meet the editors.